ഹായ് ഓൾ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ് കേട്ടഡ് PYQ സെഷൻ. നമ്മൾ ഇന്ന് നമ്മുടെ ഈ അടുത്തായി കഴിഞ്ഞ 2023 ഓഗസ്റ്റ് സെഷനിലെ കേട്ടഡ് കാറ്റഗറി 3 എക്സാമിനേഷൻ്റെ PYQ സെഷനാണ് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് അനലൈസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെഷൻ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനി അതിൻ്റെ രണ്ടാമത്തെ ബാക്കിയുള്ള ലിറ്ററേച്ചർ അതുപോലെ തന്നെ ഗ്രാമർ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു രണ്ടാമത്തെ സെഷനിലായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സെഷനിലേക്കാണ് നമ്മൾ അടുത്തേക്ക് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പിന്നെ ഇസ്മുൻ യുദ്ക്കറുലി ബയാനിൽ മുറാദിമിൻ ഇസ്മിൻ സാബിഖിൻ, മുമ്പ് പറയപ്പെട്ടൊരു ഇസ്മിൻ്റെ മുറാദ് എന്താണെന്ന് വ്യക്തമാക്കാൻ പറയപ്പെടുന്ന ഇസ്മ്. അതിനെന്താ പറയുക? അതായത് ആദ്യൊരു ഇസ്മ് പറഞ്ഞു, പക്ഷെ അതിൽ നിന്ന് കാര്യം എന്താണെന്ന് വ്യക്തമായില്ല. പിന്നെ അതിനെ വ്യക്തമാക്കാൻ വേണ്ടി വീണ്ടും മറ്റൊരു ഇസ്മ്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി വേറൊരു ഇസ്മ് പറയാം. അതെന്താണ്? ലർഫാണോ, ഹാലാണോ, നഅത്താണോ, തമ്മീസാണോ, എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ തമ്മീസാണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത്. അപ്പോൾ എന്താണ് അങ്ങനെ വരാനുള്ള കാരണം? തമ്മീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്മുൻ നെക്കിറത്തുൻ, അതൊരു നെക്കിറയായ ഇസ്മാണ് അല്ലേ, നെക്കിറ മാരിഫ. അപ്പോൾ ഇവിടെ നെക്കിറയായ ഒരു ഇസ്മാണ് തമ്മീസ്. തമ്മീസ് എപ്പോഴും നെക്കിറായിട്ടാണ് വരല്. പിന്നെ യുദ്ക്കറുൽ ഈ ബയാനിൽ മുറാദിമിൻ ഇസ്മിൻ മുബ്ഹമിൻ ഔ ജുംലത്തിൻ മുബ്ഹമത്തിൻ ഖബ്റഹു, അതായത് നമ്മൾ നേരത്തെ ഇസ്മിന് സാബിക്കുന്നൊക്കെ പറഞ്ഞില്ല, അതുപോലെ തന്നെ അതായത് മുബ്ഹമായ, നേരത്തെ അവ്യക്തമായ, മുമ്പ് പറഞ്ഞ ഒരു അവ്യക്തമായ ഒരു ഇസ്മ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ്, ഒരു ജുംല, അതിനെ വ്യക്തമാക്കാൻ വേണ്ടി വരുന്ന ഒരു ഇസ്മാണ് തമ്മീസ് എന്ന് പറയുമ്പോൾ. പിന്നെ തമ്മീസ് എഴുത്തി മൻസൂബൻ, തമ്മീസിൻ്റെ ഇറാബ് എന്താണെന്ന് ചോദിച്ചാൽ നെസ്ബായിട്ടാണ് അധികം വരാറുള്ളത്. ഓക്കെ, ഖതഫ്തു ഇശ്രീന വർദ്ധത്തൻ. അപ്പോൾ ഇവിടെ ഖതഫ്തു ഇശ്രീന എന്ന് പറഞ്ഞ് ഖതഫ്തു ഇശ്രീന ഈ ഒരു ഭാഗം മാത്രം പറയുമ്പോൾ ഖതഫ്തു ഇശ്രീന, ഞാൻ 20 എണ്ണത്തിനെ പറിച്ചു. ഖതഫ്തു എന്ന് പറയുമ്പോൾ ഞാൻ പറിച്ചു എന്നാണല്ലേ, ഐ പ്ലക്ഡ് എന്ന് പറയും. ഇശ്രീന 20 എണ്ണത്തിനെ പറിച്ചു. അപ്പോൾ എന്ത് 20 എന്നൊരു അവ്യക്തത അവിടെ ഉണ്ട്. അപ്പോൾ അതിന് ആ ഒരു ഇബ്ഹാമിനെ നീക്കാൻ വേണ്ടിയാണ് ഈ വർദ്ധത്തൻ, അതായത് റോസാപ്പൂവിന് 20 റോസാപ്പൂവിനെ ഞാൻ പറിച്ചു എന്ന് പറയുന്നത്. ത്വാബൽ മുഹ്സിനു നഫ്സൻ, മുഹ്സിൻ നന്നായി എന്ന് പറയുമ്പോൾ അതായത് നഫ്സൻ, അവൻ്റെ ശരീരം തന്നെ വളരെ നന്നായിട്ടുണ്ട്, അവൻ തന്നെ നന്നായിട്ടുണ്ട് എന്നൊരർത്ഥത്തിൽ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു നേരത്തെ പറയപ്പെട്ടുള്ള ഒരു മുബ്ഹമായ കാര്യം അതിനെ വ്യക്തമാക്കാൻ വേണ്ടി വരുന്ന ഒരു സാധനമാണ് തമ്മീസ് എന്നുള്ളത് അല്ലേ. പിന്നെ അതിൽ മറ്റൊരു ഓപ്ഷനായിരുന്നു ലർഫ് എന്നുള്ളത്. അപ്പോൾ ലർഫ് എന്നാൽ എന്താണ്? ലർഫ്, ഹാലി, നഅത്ത് ഇവകളൊക്കെ മറ്റുള്ള ഓപ്ഷൻസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ ലർഫ് എന്ന് പറയുമ്പോൾ എന്താ? ലർഫു ഇസ്മുൻ മൻസൂബുൻ യദുല്ലു അലാ സമാനി വഖൂഇൽ ഹദസി ഔ മക്കാനിഹി വയുഫീദു മഅന ഫി അൽ-ലർഫിയ്യത്തി. അത് ലർഫ് എന്ന് പറയുമ്പോൾ അതൊരു മൻസൂബായ ഇസ്മാണ്. അതിൻ്റെയും ഇറാബ് എന്താണ്? ഇവിടെ നമ്മൾ നേരത്തെ തമ്മീസ് മൻസൂബാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ലർഫും മൻസൂബായ ഇസ്മാണ്. യദുല്ലു അലാ സമാനി വഖൂഇൽ ഹദസി, ഒരു സംഭവം സംഭവിക്കുന്ന ആ ഒരു കാലത്തിനെ, ഒരു സംഗതി സംഭവിച്ചു, അപ്പോൾ അതിൻ്റെ ആ ഒരു കാലത്തിനെ കുറിക്കുന്നത്. ഔ മക്കാനി, അല്ലെങ്കിൽ അത് എവിടെ വെച്ചാണ് സംഭവിച്ചതെന്നതിനെ കുറിക്കുന്നു. വയുഫീദു മഅന ഫി അൽ-ലർഫിയ്യത്തി, അത് ലർഫിയത്തിൻ്റെ ഫി എന്നൊരു മാനയെ അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ രാവിലെ പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ ഹറജത്തു മുബക്കിറൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ മുബക്കിർ എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഹറജത്തു മുബക്കിറൻ, അല്ലെങ്കിൽ ഹറജത്തു അല്യവും, ഞാൻ ഇന്ന് പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ അല്യവും. അപ്പോൾ ഹറജത്തു അല്യവുമ എന്നുണ്ടാകുക, ഞാൻ ഇന്ന് പുറപ്പെട്ടു എന്ന് പറയും. അപ്പോൾ അവിടെ അല്യവുമ എന്നുള്ളത് മൻസൂബാണ്. പിന്നെ അതിവിടെ ആ പുറപ്പെടുക എന്ന ആ ഒരു സംഗതി അത് സംഭവിച്ച ആ ഒരു സമയത്തിനെ കുറിക്കാനാണ് ഈ ഇവിടെ അല്യവും എന്നുള്ളത് വന്നിട്ടുള്ളത്. പിന്നെ എന്നാൽ ഹാല് എന്ന് പറയുമ്പോൾ എന്താ? അൽ ഹാലു, ഇത് മറ്റുള്ള ഓപ്ഷനുകളുണ്ടായിരുന്ന മറ്റൊന്നാണ്. അൽ ഹാല് എന്ന് പറയുമ്പോൾ ഹുവസ്മുൻ മൻസൂബുൻ യഅ്തി ബയാനി ഹൈഅത്തി സ്വാഹിബുൽ ഹാലി ഇൻദ വഖൂഇൽ ഫിഅലി. അപ്പോൾ ഹാല് എന്ന് പറയുമ്പോൾ അതൊരു മൻസൂബായ ഇസ്മാണ്. പിന്നെ അത് വരുന്നത് എന്തിനാണ്? സ്വാഹിബുൽ ഹാലി ഇൻദ വഖൂഇൽ ഫിഅലി, ഈ ഒരു സംഗതി സംഭവിക്കുമ്പോൾ ആ സമയത്ത് ഈ സംഗതി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ആ പ്രവൃത്തിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾ, അയാളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിക്കാനാണ് ഈ ഹാല് വരുന്നത്. അപ്പോൾ ഈ ഹാൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കെന്ത് പറയാം? ദഹബ്തു മാഷിയൻ, ഞാൻ നടന്ന സ്ഥിതിയിൽ ഞാൻ പോയി. അല്ലെങ്കിൽ സെയ്ദുൻ ദഹബനി ബാക്കിയൻ, സെയ്ദ് എന്നിലേക്ക് കരഞ്ഞവനായി കടന്നു വന്നു എന്നൊക്കെ പറയണം. അപ്പോൾ അവിടെ ആ സംഭവിച്ചപ്പോൾ സെയ്ദ് എന്നിലേക്ക് എങ്ങനെ? ബാക്കിയൻ, കരഞ്ഞവനായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ അടുത്തേക്ക് വന്നത് ബാക്കിയൻ, കരഞ്ഞവനാണ്. അപ്പോൾ കരഞ്ഞ സ്ഥിതിയിൽ സെയ്ദ് വരുമ്പോൾ അവൻ്റെ അവസ്ഥ എന്തായിരുന്നു? അവൻ്റെ ഹയ്യത്ത് എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ അവസ്ഥ കരഞ്ഞവനായിട്ട് വരികയായിരുന്നു. അപ്പോൾ അതിനെയാണ് ഇവിടെ കുറിക്കുന്നത് ഈ ഹാല് വരുന്നത്. പിന്നെ അടുത്ത മറ്റൊന്നാണ് നഅത്ത്.
നഅത്ത് എന്ന് പറയുമ്പോൾ ഹുവ മിന തവാബി വയുസമ്മ സിഫത്തു ആയത്. ഈ നഅത്ത് എന്ന് പറഞ്ഞാൽ സിഫത്ത് എന്ന് പറഞ്ഞാൽ രണ്ടൊന്ന് തന്നെയാണ്. വയത്തിലി ബയാനി സിഫത്തുൽ ഇസ്മുല്ലദി യത്ബഉഹു ഫിൽ ഇറാബി. അപ്പോൾ ഒരു ഇസ്മ് ഇപ്പോൾ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമം ഉന്നയം തുടങ്ങുന്നു. എങ്ങനത്തെ അർ റഹ്മാനി റഹ്മാനായ അള്ളാഹു, അർ റഹീമി റഹീമായ അള്ളാഹു എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ആ ഒരു സാധനം, അതായത് നേരത്തെ അള്ളാഹു എന്നുള്ള ആ ഒരു സാധനത്തിനെ വിശേഷിപ്പിക്കാൻ റഹീം അല്ലെ റഹ്മാൻ എന്ന സിഫത്തുകൾ കൊണ്ടൊക്കെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്, അതിനാണ് നഅത്ത് എന്ന് പറയാറുള്ളത്. നഅത്ത് സിഫത്ത് എന്നൊക്കെ പറയാം. ഓക്കെ, മറ്റൊരു ചോദ്യം, അൽ ഇസ്മുൽ ഹഖീഖിയു ലി ഖൻസാ. ഖൻസാ എന്ന ആ കവയത്രിയുടെ യഥാർത്ഥ പേരെന്ത് എന്നാണ് ചോദ്യം. ഖൻസാ ബിൻത് സൊഹർ, തമാദർ ബിൻത് അംർ, തമാദർ ബിൻത് സൊഹർ, ഉനൈസ ബിൻത് ഖുവൈലിദ്. ഈ 4 ഓപ്ഷൻസാണ് നമുക്കുള്ള ഇവിടെ ഉള്ളത്. അപ്പോൾ ഖൻസാ ബിൻത് സൊഹർ ഇതാവോ ഇതിൻ്റെ ഉത്തരം? തമാദർ ബിൻത് അംർ, തമാദർ ബിൻത് സൊഹർ, ഉനൈസ ബിൻത് ഖുവൈലിദ്. ഇതിലേതാവും? ഖൻസാ എന്നുള്ളത് നമുക്കറിയാം, അവരുടെ യഥാർത്ഥ പേര് ഖൻസാ എന്നുള്ളതല്ല എന്ന് നമുക്കറിയണം. തമാദർ ബിൻത് അംർ, തമാദർ ബിൻത് സൊഹർ, പിന്നെ ഉനൈസ ബിൻത് ഖുവൈലിദ്. അപ്പോൾ ഇവിടെ തമാദർ എന്നുള്ള ഈ ഒരു 2 ഓപ്ഷൻ ഇവിടെ ഉണ്ട്. തമാദർ ബിൻത് സൊഹറുണ്ട്, തമാദർ ബിൻത് അംറുണ്ട്. ഉത്തരത്തിലേക്ക് സാധ്യതയുള്ള 2 സാധനങ്ങൾ തമാദർ എന്നുള്ളത്. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. തമാദർ ബിൻത് അംർ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇവിടെ തമാദർ ബിൻത് സൊഹർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. നമ്മളിപ്പോൾ തമാദർ എന്ന് മാത്രം പഠിച്ചു പോകും. അപ്പോൾ അതിൻ്റെ ബാക്കി കൂടി എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തമാദർ ബിൻത് അംർ എന്നുള്ളതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. പിന്നെ ഈ തമാദർ ബിൻത്ത് അംർ എന്ന് പറയുമ്പോൾ അവരുടെ ഈ കവയത്രിയുടെ ഉപ്പാൻ്റെ പേരാണ് അംർ എന്നുള്ളത്. പിന്നെ സൊഹർ ഉണ്ട്, സൊഹർ എന്നുള്ളത് അവരുടെ സഹോദരൻ്റെ പേരാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ബിൻത്ത് എന്ന് കൂട്ടി പറയില്ലല്ലോ അവിടെ. അപ്പോൾ ഹിയ ഉമ്മു അംർ തമാദർ ബിൻത്ത് അംർ ഇബ്നുൽ ഹാരിസ് അസ്സുലമിയ. അവരുടെ ശരിക്ക് പേരാണ് തമാദർ ബിൻത്ത് അംർ ഇബ്നുൽ ഹാരിസ് അസ്സുൽമിയ. സുൽമിയ എന്ന് പറയുമ്പോൾ അവരുടെ ഗോത്രത്തിലേക്കുള്ള നിസ്ബിയാണത്. ഓക്കെ, തൂഫിയത്ത് സനത്ത് 24 ഹിജ്റ. അവർ ഹിജ്റ 24 വഫാത്താവുന്നത്. പിന്നെ ഷുഅറാഉൽ മുഖദ്റമീൻ, ഷുഅറാഉൽ മുഖദ്റമീനിൽപ്പെട്ട ആളാണ് അവർ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ ഇഷ്തഹറത് ബിറസാഇഹ ലി അഖവൈഹ സഖർ വ മുആവിയ, സഖർ മുആവിയ അല്ലദീന ഖുതിലാ ഫീ വാഖിഅത്തി യൗമിൽ കിലാബ്. യൗമിൽ കിലാബ് എന്നൊരു യുദ്ധം, അതൊരു യുദ്ധമാണ്. യൗമുൽ കിലാബ് എന്നുള്ള ആ യുദ്ധത്തിലാണ് ഇവരുടെ സഹോദരന്മാരായ മുആവിയ, സൊഹർ ഈ 2 പേരെയും റസായി ചെയ്തിട്ട് അവർ അനുശോചന കാവ്യമായിട്ട് അവരെഴുതിയ ആ ഒരു കവിത കൊണ്ടാണ് ഇവർ വളരെ പ്രസിദ്ധമായത്. ഓക്കെ, പിന്നെ ലുഖൈബുൽ ഖൻസാഇലെ ഖസ്രി അൻഫിഹ വർത്തിഫായ അർനബത്തിഹ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അവരുടെ മൂക്ക് അത് വളരെ ചെറുതായിരുന്നു. പിന്നെ അതിൻ്റെ അർനബത്ത്, അതിൻ്റെ 2 ഭാഗങ്ങൾ അത് കുറച്ച് ഉയർന്നിട്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് അവർക്ക് ഖൻസാഇ എന്ന് പേര് വരാൻ കാരണം. പിന്നെ അവർ ഷഹീദത്തി ഹർബുൽ ഖാദിസിയ, കുറച്ച് എക്സ്ട്രാ നോളജ് ആണ്. ഷഹീദത്ത് ഹർബുൽ ഖാദിസിയ വഹറദത്ത് ഔലാദഹ അല സിബാത്തി ഫിൽ ഖിതാൽ. അവർ ഖാദിസിയ യുദ്ധത്തിൽ, ഹർബുൽ ഖാദിസിയയിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. അവരവിടെ ഹാജരായി. പിന്നെ അവരുടെ മക്കളുണ്ടായിരുന്നു, 4 പേരുണ്ടായിരുന്നു. ആ 4 മക്കളോടും അവരോട് അതിൽ പോരാടാൻ പറഞ്ഞു. അവരെ പ്രേരിപ്പിച്ചു, ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു. പിന്നെ ഇസ്തഷ്ഹദു ജമിയൻ, അവർ 4 പേരുണ്ടായിരുന്നു. ആ 4 പേരും ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണ്, ഷഹീദാവുകയാണ്. ഫലമ്മ ബലഹൽ ഖബറു ഖാലത്ത് അൽഹംദുലില്ലാഹി ലദി. അപ്പോൾ ഈ ഒരു കൗല് വളരെ പ്രസിദ്ധമാണ്. ഈ ഒരു കൗല് വളരെ പ്രസിദ്ധമായ കൗലാണ്. ഇത് ഖൻസാഇൻ്റെ കൗലാണ്. അവരുടെ 4 മക്കളും ഖാദിസിയ യുദ്ധത്തിൽ പങ്കെടുത്ത് അങ്ങനെ അവർ 4 പേരും ഷഹീദായതിനു ശേഷം ആ ഒരു വാർത്ത അവരിലേക്ക് എത്തിയപ്പോൾ അവർ പറയുന്ന ആ ഒരു കൗലാണ് അൽഹംദുലില്ലാഹി ലദി ശറഫനി ബിഖത്രിഹിം വഅർജു അൻ യജ്മഅനി ബിഹിം ഫി മുസ്തഖൽ റഹ്മതി എന്ന ഈ ഒരു കൗല് അവർ ഈ ഒരു വാർത്ത അവരിലേക്ക് എത്തുമ്പോൾ പറയുന്നതാണ്. പിന്നെ ഖാല അൻഹ നാബിഗ. അപ്പോൾ അവരുടെ കവിതനെ കുറിച്ചും അവരുടെ സാഹിത്യത്തെക്കുറിച്ചൊക്കെ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ് അവരെ പറ്റി പറയുന്ന ഒന്നാണ് നാബിഗ പറയുന്നത്. നാബിഗ ദുബിയാനി എന്ന വളരെ പ്രസിദ്ധമായ മുഅല്ലഖാത്തിൽ പെട്ട ഒരാളാണ്. അതുപോലെ തന്നെ സൂഖുക്കാദിൽ ബാക്കിയുള്ള കവികളൊക്കെ കവിത വന്ന് പാടിക്കൊടുത്ത് അതിന് വിധി നിർണ്ണയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ നാബിഗ എന്നുള്ളവർ. അപ്പോൾ അവർ പറഞ്ഞ ഒരു കൗലാണ് അൽ ഖൻസാഉ അഷ്അറുൽ ജിന്നി വൽ ഇൻസ്. ജിന്നിലും ഇൻസിലൊക്കെ വെച്ച് ഏറ്റവും വലിയ ഷായിർ എന്നുള്ളത് അത് ഖൻസാ ആണ് എന്ന ഒരു കൗല് നാബിഗ പറഞ്ഞൊരു കൗലാണ്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം, മുഅസ്സിസു അൽ ജാമിയ അൽ മില്ലിയ അൽ ഇസ്ലാമിയ. ജാമിയ മില്ലിയ ഇസ്ലാമിയ അതുണ്ടാക്കിയത് ആരാണെന്ന്? മുഅസ്സിസ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ,
ഷെയ്ഖ് മഹ്മൂദുൽ ഹസൻ, അഷേഖ് മുഹമ്മദ് ഖാസിം നാനൂത്തവി, അഷേഖ് മൽഹർ നാനൂത്തവി. ഈ 4 ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉള്ളത്. ഇതിൽ ആരാണ് ഈ 4 വ്യക്തികൾ ആരാണ് ജാമിയ മില്ലിയ ഉണ്ടാക്കിയതെന്ന ചോദ്യം. അപ്പോൾ ഇതിന് ഉത്തരമായി വരുന്നത് ഷെയ്ഖ് മഹ്മൂദുൽ ഹസൻ, ഷെയ്ഖുൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന മഹ്മൂദുൽ ഹസൻ എന്നവരാണ് ഈ ജാമിയ മില്ലിയ അൽ ഇസ്ലാമിയ എന്ന നമ്മുടെ അറിയപ്പെട്ട JMI എന്ന ഷോർട്ട് ഫോമിൽ നമ്മൾ പറയാറുള്ള ഡൽഹിയിലുള്ള ആ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത്. ഓക്കെ, അതിന് വിശദീകരണം നടക്കാം. അപ്പോൾ ഉസ്സത്തുൽ ജാമിയ മില്ലിയ 1920 ജാമിയ മില്ലിയ എന്ന യൂണിവേഴ്സിറ്റി ഉണ്ടാക്കപ്പെടുന്നത്. പിന്നെ ഷെയ്ഖുൽ ഹിന്ദ് മൗലാന മഹ്മൂദ് ഹസൻ അദ്ദയൂബന്തി ഉലിദബി ബൽദത്തി ബറേലി സനത്ത് 1881. അപ്പോൾ ഈ മൗലാന മഹ്മൂദ് ഹസൻ അദ്ദയൂബന്തി എന്നവരാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത്. ഇദ്ദേഹം അറിയപ്പെടുന്നത് ഷെയ്ഖുൽ ഹിന്ദ് എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധമായത്. അപ്പോൾ ഷെയ്ഖുൽ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഈ മഹ്മൂദ് ഹസൻ. അപ്പോൾ അദ്ദേഹമാണ് ഇത് ഉണ്ടാക്കുന്നത്. അദ്ദേഹം ജനിക്കുന്നത് ബറേലി എന്ന സ്ഥലത്ത് 1851 ജനിക്കുന്നത്. പിന്നെ തോഫിയ സനത്ത് 1920 അതേ വർഷമാണ് അദ്ദേഹം വഫാത്താവും ചെയ്തിരിക്കുന്നത് അല്ലേ. പിന്നെ വാലിദുഹു അൽ അദീബു ഷാഇർ ദുൽഫുഖർ അലി അദ്ദയൂബന്തി. അദ്ദേഹത്തിൻ്റെ ഉപ്പയും വളരെ പ്രസിദ്ധനായ വ്യക്തിയാണ്. ദുൽഫുഖർ അലി ദയൂബന്തി എന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ഈ ദാറുൽ ഉലൂം ദയൂബന്തൊക്കെ ഉണ്ടാക്കുന്നതിന് വളരെ അധികം നല്ല പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ഈ ദുൽഫുഖർ അലി ദയൂബന്തി എന്നുള്ളത്. അതായത് ദാറുൽ ഉലൂം ദയൂബന്തി എന്ന ഒരു ഇസ്ലാമിക് മൂവ്മെൻറ്റ് മുഅസ്സസ ഇസ്ലാമിയാണ്. അതിൽ വളരെ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് ദുൽഫുഖർ അലി ദയൂബന്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോനാണ് ഇദ്ദേഹം. പിന്നെ ഈ ഷെയ്ഖുൽ ഹിന്ദ് മൗലാന മുഹമ്മദ് ഹസൻ ദയൂബന്തിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാന അവ്വൽ ത്വാലിബിൻ ദാറുൽ ഉലൂം ദയൂബന്തി. ദാറുൽ ഉലൂം ദയൂബന്ത് തുടങ്ങുന്നത് തന്നെ ഈ മഹ്മൂദ് ഹസൻ ദയൂബന്തി എന്ന ഇദ്ദേഹത്തെ കൊണ്ടാണ്. അപ്പോൾ ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഉസ്താദും ഒരു പൊമോഗ്രാൻഡ് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് അവിടെ നിന്ന് ഇദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ദാറുൽ ഉലൂം ദയൂബന്ത് തുടങ്ങുന്നത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അപ്പോൾ അങ്ങനെ ആദ്യത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഇദ്ദേഹം. പിന്നെ അതുപോലെ തന്നെ ദാറുൽ ഉലൂം ദയൂബന്ത് ആദ്യമായിട്ട് പഠിച്ച് പുറത്തിറങ്ങിയ ആളും ഈ ഷെയ്ഖുൽ ഹിന്ദ് മഹ്മൂദ് ഹസൻ ദയൂബന്തിയാണ്. ഇതൊക്കെ ഓർത്ത് വെക്കാം. ഓക്കെ, പിന്നെ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇവിടെ മറ്റു നമുക്ക് ഓപ്ഷനിലുണ്ടായ സയ്യിദ് അഹമ്മദ് ഖാൻ ഓപ്ഷനിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുഹമ്മദ് ഖാസിം നാനൂത്തവി ഓപ്ഷനിലുണ്ടായിരുന്നു. അവർക്കൊക്കെ ഓരോ സംഗതികൾ, അവരൊക്കെ മുഅസ്സിസാണ്, പലതിൻ്റെയും മുഅസ്സിസുകളാണ്. അപ്പോൾ എന്തിൻ്റെയൊക്കെയാണെന്ന് നോക്കാം. സയ്യിദ് അഹമ്മദ് ഖാനാണ് ജാമിയ അലിഗഡ് യൂണിവേഴ്സിറ്റിൻ്റെ മുഅസ്സിസ്. 1875 അദ്ദേഹം ഈ അലിഗഡ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുഅസ്സിസാണ് അദ്ദേഹം. പിന്നെ ഷെയ്ഖ് മുഹമ്മദ് ഖാസിം നാനൂത്തവി ദാറുൽ ഉലൂം ദയൂബന്ത്. കണ്ടോ, ഈ ദാറുൽ ഉലൂം ദയൂബന്ത് ഇതിൽ ആദ്യത്തെ തുല്ലാബാണ് മുഹമ്മദ് ഹസൻ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുണ്ടാക്കിയ ആളാണ് ഷെയ്ഖ് മുഹമ്മദ് ഖാസിം നാനൂത്തവി. ഒരുപാട് ആളുകളുണ്ട് അതിൻ്റെ മുൻഷികളിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ മുഹമ്മദ് ഖാസിം നാനൂത്തവി എന്നവർ. 1867 ഈ ദാറുൽ ഉലൂം ദയൂബന്ത് ഉണ്ടാക്കുന്നത്. അലിഗഡ് ഉണ്ടാക്കുന്നത് 1875 ജാമിയയിൽ ഉണ്ടാക്കുന്നത് 1920. ഓക്കെ, നമ്മൾ നേരത്തെ ജദ്വത്തുൽ ഉലമ പറഞ്ഞു 1992 ഉണ്ടാക്കിയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം എല്ലാം ഓർത്ത് വെക്കുക. പിന്നെ അൽ ബറാമക്ക കാനുമിൻ അക്സരിൻ നാസി തഅ്സീറൻ വനുഫൂദൻ ഫി ദൗലത്തി. ഈ ബറാമക്ക എന്ന ടീം അവർക്ക് വളരെ ഒരു വളരെ എഫക്റ്റ്നെസ് അവർക്കുണ്ടായിരുന്നു. ഫി ദൗലത്തി, ഏത് ദൗലയിലാണ്, ഏത് കാലഘട്ടത്തിലാണ് അവർക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ടായിരുന്നത്? ഏത് കാലഘട്ടത്തിലാണ്? ഉമവിയ, അബ്ബാസിയ, ഉസ്മാനിയ, മഗോലിയ. അപ്പോൾ ഇതിലേതോ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് ഈ ബറാമക്ക എന്നുള്ളവർ. ഇവർക്ക് ഈ ദൗലയിൽ, അതായത് ഈ അധികാരത്തിൽ വളരെ നല്ലൊരു ഹാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഏത് ഭരണത്തിലാണ് ഇവർക്ക് നല്ല ഹാൻഡ് ഉണ്ടായിരുന്നത് ചോദ്യം. അപ്പോൾ അതിന് ഉത്തരം അബ്ബാസിയാണ്. അബ്ബാസിയ കാലഘട്ടത്തിൽ ഈ അബ്ബാസി ഖലീഫമാർക്കിടയിൽ വളരെയേറെ പ്രസിദ്ധി ആർജിച്ച, അവരുടെ നേതൃപദവിയിലൊക്കെ ഉണ്ടായിരുന്ന, അതുപോലെ വസീറായി, അതുപോലെ തന്നെ പലരുടെയും പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ പറയപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങനെയൊക്കെ നദീം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാനങ്ങളൊക്കെ വഹിച്ചിരുന്ന ആളുകളായിരുന്നു ബറാമക്ക എന്ന ടീംസ്. അപ്പോൾ അവരുടെ വിശദീകരണം നോക്കാം. അൽ ബറാമക്ക എന്നുള്ളത് ഉസ്രത്തുൻ യഊദു അസ്ലുഹു ഇലാ മദീനത്തി ബൽഹ എന്ന ആ ഒരു മദീനയിലേക്കാണ് അവരുടെ അസ്ര് പോകുന്നത്. ഇതൊരു ഉസ്രയാണ്, ഒരു കുടുംബമാണ്. കാനുഫിൽ അസ്രി മജൂസൻ സുമ്മ ദഖലുൽ ഇസ്ലാം. അവർ ആദ്യം മജൂസികളാണ്, തീയാരാധകരായിരുന്നു. പിന്നെ അവർ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വഹും യുൻതസബൂന ജദ്ദിഹിം അക്ബർ ബർമക്. അവരുടെ വലിയ ജദ്ദുണ്ട്. വലിയ ജദ്ദ് എന്ന് പറയുമ്പോൾ കുറേ അവരുടെ ആൻസെസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പേര് ബർമക് എന്നായിരുന്നു. ആ ഒരു ബർമക് എന്ന അദ്ദേഹത്തിലേക്ക് ചേർത്തിട്ടാണ് ഇവർക്ക് ബറാമക്ക എന്ന ആ ഒരു പേര് കിട്ടിയിട്ടുള്ളത്.
കാനത്തലഹു മക്കാനത്തുൻ ആലിയത്തുൻ അതിൽ അബ്ബാസീന, അവർക്ക് അബ്ബാസിയ ഭരണാധികാരികൾക്കിടയിൽ വളരെ നല്ലൊരു സ്ഥാനമുണ്ടായിരുന്നു, ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നു. പിന്നെ അസ്ബഹ ഖാലിദുൽ ബർമക്കി വസീർ അബുൽ അബ്ബാസ് സഫാഹ്, ഇദ്ദേഹമാണ് ആദ്യമായിട്ട് അബ്ബാസിയ ഭരണാധികാരി, അതായത് ആദ്യത്തെ അബ്ബാസിയ ഭരണാധികാരിയാണ് അബുൽ അബ്ബാസ് സഫാഹ് അല്ലേ. അബുൽ അബ്ബാസ് സഫാഹ് എന്നവരാണ് 1932 ഉമവിയാക്കളിൽ നിന്ന് അബ്ബാസികൾ ഭരണം പിടിച്ചടക്കിയപ്പോൾ ആദ്യത്തെ ഭരണാധികാരിയാവുന്ന അബുൽ അബ്ബാസ് സഫാഹാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ സഫാഹ് എന്ന് പേരിട്ടാൻ തന്നെ കാരണം അദ്ദേഹം ഒരുപാട് രക്തം ചിന്തിയ കാരണത്താലെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിന് സഫാഹ് എന്നുള്ള, അദ്ദേഹം ശരിക്കും പേര് അബ്ദുള്ള എന്നൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ പേരിട്ടാൻ കാരണം തന്നെ അങ്ങനെ രക്തം ചിന്തിയ കാരണത്താൽ എന്നൊക്കെയാണ് പറയപ്പെടാറുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ ഭരണാധികാരി അബുൽ അബ്ബാസ് സഫാഹിൻ്റെ വസീറായിരുന്നു ഖാലിദുൽ ബർമക്കി എന്ന വ്യക്തി. അങ്ങനെയാണ് ഇവർ ഭരണ സ്ഥിരാകേന്ദ്രത്തിലേക്ക് അടുക്കുന്നതും അവിടെ സ്ഥിരമാവുന്നതൊക്കെ. പിന്നെ ഹാറൂൺ റഷീദ് ഖളാ അലൈഹി ഫി ഹദസിൻ താരിഖിൻ യുസമ്മ നെക്ബത്തുൽ ബറാമക്ക എന്ന്, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് നെക്ബത്തുൽ ബറാമക്ക. അതായത് ഇവരെ ഇല്ലാതാക്കിയൊരു സംഭവം, ഇവരെ ഈ ബറാമക്ക എന്ന ടീമിനെ തുടച്ചു നീക്കിയൊരു സംഭവം. അപ്പോൾ ഹാറൂൺ റഷീദിൻ്റെ കാലത്താണ്, അതായത് ഈ അബുൽ അബ്ബാസ് സഫാഹിൻ്റെ അവിടുന്ന് അങ്ങോട്ട് ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ ഇവരുണ്ടായിരുന്നു. ഇവർ വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ വഹിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം ഹാറൂൺ റഷീദിൻ്റെ കാലഘട്ടത്തിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ചില ചതികളും വഞ്ചനകളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ അങ്ങനെ ഇവരെ ഇല്ലാതാക്കി. ഈ ഒരു കുടുംബത്തിന് തന്നെ അവരെ ഈ ഭരണത്തിൽ നിന്ന് ആട്ടി പായിപ്പിച്ച് അവർ ഇല്ലാതാക്കിയൊരു സംഭവം. ആ സംഭവത്തിന് പറയുന്ന പേരാണ് നെക്ബത്തുൽ ബറാമക്ക എന്നുള്ളത്. അപ്പോൾ ഹാറൂൺ റഷീദാണ് ഇവരെ നശിപ്പിച്ചത്. ഓക്കെ, മറ്റൊരു ചോദ്യം, അത്വാലിബാത്തു ഡാഷ് ഇലൽ മഖ്സഫ് അക്മിൽ. ഇവിടെ ഈ ഒരു ഗ്യാപ്പ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇവിടെ അത്വാലിബാത്തു ഡാഷ് ഇലൽ മഖ്സഫ്, ഇവിടെ തദ്ഹബു യദ്ഹബുന തദ്ഹബൂന യദ്ഹബൂന, ഇവിടെ ഈ നാലെണ്ണത്തിൽ ഏതാണ് ഇവിടെ സൂട്ടാവുക എന്നാണ് ചോദ്യം. അപ്പോൾ അത്വാലിബാത്തു തദ്ഹബു എന്നാണോ, യദ്ഹബുന എന്നാണോ, തദ്ഹബൂന എന്നാണോ, യദ്ഹബൂന എന്നാണോ. ത്വാലിബാത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, കുറേ വിദ്യാർത്ഥിനികൾ. ത്വാലിബാത്ത് എന്ന് പറയുമ്പോൾ ത്വാലിബത്തുൻ ത്വാലിബാത്തുൻ വിദ്യാർത്ഥിനികൾ, അതായത് ജം ആണ് ഇവിടെ, വിദ്യാർത്ഥിനികൾ എന്നൊരർത്ഥത്തിലാണ്. അപ്പോൾ ജം വരുമ്പോൾ അവർ മഖ്സഫിലേക്ക്, അവർ ക്യാൻറ്റീനിലേക്ക് പോകുന്നു എന്നാണ് ഇവിടെ. അപ്പോൾ തദ്ഹബു എന്നാണ് വരിക, യദ്ഹബുന എന്നാണ് വരിക, തദ്ഹബുന യദ്ഹബുന ഏതാണ് വരിക നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ അത്വാലിബാത്ത് യദ്ഹബുന എന്നാണ് വരിക. കാരണം യദ്ഹബുന എന്ന് വരാനുള്ള കാരണം എന്താ, നമ്മൾ സർഫാഖ് നമുക്ക് കിട്ടില്ല. യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന തദ്ഹബു, അവിടെ എത്തുമ്പോൾ മുഅന്നസിലേക്ക് കടന്നു അല്ലേ. തദ്ഹബു തദ്ഹബാനി യദ്ഹബുന, അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ ഒരു മുഅന്നസ് ഗായിബ്, ഇതൊരു ഗായിബായ സിയാണല്ലേ. കുറേ വിദ്യാർത്ഥിനികൾ ക്യാൻറ്റീനിലേക്ക് വരുന്നു എന്നൊരു ഉദ്ദേശം. അപ്പോൾ അവിടെ ഈ അത്വാലിബാത്തു എന്നുള്ള ആ ഒരു ജംഇനോട് സൂട്ടായത് അത് അവിടെ മുൻകടന്ന് വന്നുകൊണ്ട് ആ ജംഇനെ തന്നെ ഇവിടെ ഫീലായിട്ട് കൊണ്ടുവരണം നമ്മൾ. അതായത് ഈ ഒരു ഇവിടെ ഉപയോഗിക്കുന്ന ആ ഒരു ഫീൽഡിൽ നിന്ന് ഒരു ലമീർ അങ്ങോട്ട് മടങ്ങണം അല്ലേ. അപ്പോൾ ഇവിടെ ഏറ്റവും സ്യൂട്ടായത് യദ്ഹബുന എന്ന സാധനമാണ്. അപ്പോൾ അത്വാലിബാത്തു തദ്ഹബു എന്ന് പറയാൻ പറ്റില്ല. കാരണം തദ്ഹബു എന്ന് പറയുമ്പോൾ ഒരു വഹദാനെ മാത്രമേ അവിടെ കുറിക്കുള്ളൂ. അപ്പോൾ അത്വാലിബത്തു എന്ന് മാത്രമാണ് നമുക്ക് തദ്ഹബു എന്ന് പറയാൻ പറ്റുന്നത്. പക്ഷെ അവിടെ അത്വാലിബാത്തു എന്നുണ്ട്, ജം ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് യദ്ഹബുന എന്ന ആ ജംഇൻ്റെ സീഗ തന്നെ ഇവിടെ ഉപയോഗിക്കണം. തദ്ഹബൂന എന്നുള്ള എന്തായാലും വരില്ല, കാരണം ഇത് മുദക്കറാണ്, ഇത് ഹാദിറിൻ്റെ സീഗയാണ്, അതുപോലെ മുദക്കറാണ്. പിന്നെ യദ്ഹബൂന എന്നുള്ളത് ഗായിബിൻ്റെ സീഗയാണ്, പക്ഷെ അത് മുദക്കറാണ്. അപ്പോൾ ഇവിടെ ഒരു സാധ്യതയുള്ളത് തദ്ഹബു യദ്ഹബുന ഈ രണ്ടെണ്ണമാണ്. കാരണം ഇത് മുഅന്നസായി ഉപയോഗിക്കാം. പിന്നെ യദ്ഹബുന എന്നുള്ളത് എന്തായാലും മുഅന്നസാണ്, ഈ ത്വാലിബാത്ത് എന്നുള്ളത് മുഅന്നസാണ്. അപ്പോൾ പക്ഷേ ഇതിൽ സൂട്ടായിട്ട് വരുന്നത് യദ്ഹബുന എന്നുള്ളതാണ്. കാരണം ഈ അത്വാലിബാത്ത് എന്നുള്ളത് ജം ആണ്, ജം ആയതുകൊണ്ട് പക്ഷേ ഈ തദ്ഹബു എന്നുള്ളത് മുഫ്രദാണ്, അതുകൊണ്ട് തന്നെ ഈ തദ്ഹബു എന്നുള്ള ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതിനോട് സ്യൂട്ടായത് അത്വാലിബാത്തു യദ്ഹബുന എന്നുള്ള സാധനമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇസ്മുൽ മദീനത്തിലെത്തി ബനാഹൽ ഖായിദ് ജൗഹർ സ്വഖലി എന്ന ഖായിദ്, അതായത് പടത്തലവൻ, അദ്ദേഹം നിർമ്മിച്ച മദീനയുടെ പേരെന്ത്? അദ്ദേഹമാണ് ഈ മദീന ബിൽഡ് ചെയ്തത്, ഈ ഒരു സിറ്റി ബിൽഡ് ചെയ്തത് അദ്ദേഹമാണ്. കാഹിറ, ബഗ്ദാദ്, ത്വഞ്ച, ഖുർത്തും. ഇതൊക്കെ ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണല്ലേ, നമുക്ക് ഗസ് ചെയ്യാൻ കഴിയാത്ത ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം അൽ കാഹിറ എന്നുള്ളതാണ്. അപ്പോൾ ഈ കാഹിറ എന്ന ഈജിപ്തിലെ, അതായത് ഈജിപ്ത്, ഈ ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കാഹിറ അല്ലെങ്കിൽ കൈറോ എന്ന ഈ ഒരു പട്ടണം നിർമ്മിച്ചത് ജൗഹർ സ്വഖലി എന്ന ഈ ഒരു ഖായിദാണ്. ഓക്കെ, അപ്പോൾ കാഹിറ എന്നുള്ളത് ആസിമത്ത് ജംഹൂരിയത്ത് മിസ്ർ, റിപ്പബ്ലിക് ഓഫ് മിസ്റിൻ്റെ തലസ്ഥാനമാണ് കാഹിറ എന്നുള്ളത്. ബനാഹ അൽ ഖായിദ് ജൗഹർ സ്വഖലി 358 ഹിജ്റ 358 ഈ ജൗഹർ സ്വഖലി എന്ന ഈ ഒരു ഖായിദ് ഈ ഒരു സിറ്റി നിർമ്മിക്കുന്നത്. ബി അംറിൻ മിനൽ ഖലീഫത്തുൽ ഫാത്തിമി അൽ മുഇസുൽ ദീനില്ല. അപ്പോൾ ഈ ഒരു സിറ്റിയെ
ഈ കാഹിറ എന്ന സിറ്റിയെ നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ജൗഹർ സഖലിയാണ്. പിന്നെ അതിന് കൽപ്പിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അൽ ഖലീഫത്തുൽ ഫാത്തിമിയ ഭരണകർത്താക്കളിൽപ്പെട്ട മൊയ്സുലുദ്ദീനില്ല എന്ന വ്യക്തിയാണ്, എന്ന ഖലീഫയാണ് ഇത് നിർമ്മിക്കാൻ വേണ്ടി കൽപ്പിച്ചത്. അങ്ങനെ ജൗഹർ സഖലി 358 ഇതിനെ നിർമ്മിച്ചത്. പിന്നെ നമുക്കിവിടെ ഒരു എക്സ്ട്രാ നോളജാണ് ഫാത്തിഹ് മിസ്ർ. അംറുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവാണ് മിസ്ർ കീഴടക്കുന്നത്. ഇസ്ലാമിൻ്റെ കീഴിലേക്ക് മിസ്റിനെ കൊണ്ടുവരുന്നത് അദ്ദേഹമാണ്. പിന്നെ ബഗ്ദാദ് നിങ്ങൾക്ക് ഓപ്ഷനിലുണ്ടല്ലേ, ബഗ്ദാദ് എന്നുള്ള ഓപ്ഷനിലുണ്ട്. അപ്പോൾ അതിനുശേഷം നോക്കാം. ബഗ്ദാദ് ബനാഹൽ ഖലീഫത്തുൽ അബ്ബാസി അബു ജാഫറുൽ മൻസൂർ. അബ്ബാസിയ ഖലീഫയായ അബു ജാഫറുൽ മൻസൂർ എന്നവരാണ് ഈ ബഗ്ദാദ് എന്ന സിറ്റിയെ നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. തഫ്സീറുൽ ജലാലൈനി മൻ ഹുമ അൽ ജലാലൈനി. തഫ്സീർ ജലാലൈനി എന്ന കിതാബ് അല്ലേ, ഒരു തഫ്സീറിൻ്റെ വളരെ പ്രധാനപ്പെട്ട അറിയപ്പെട്ട മഷ്ഹൂറായ കിതാബാണ്. അപ്പോൾ ഈ കിതാബ് ഈ ജലാലൈനി അവരിലേക്ക് നിസ്ബത്തിലാണ് തഫ്സീർ ജലാലൈനി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ജലാലൈനി 2 ജലാലുകൾ, അപ്പോൾ മൻഹുമ ഈ 2 പേര് ആരാണ്? ഈ ജലാലൈനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? റാസി വൽ ബൈളാവി, സുയൂത്തി വൽ മഹല്ലി, അത്തൊബരി വൽ മഹല്ലി, കുല്ലുൻ ഖത്ത്. അപ്പോൾ ഇവിടെ കുല്ലുൻ ഖത്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് വളരെ ക്രൂഷ്യലായ ഒരു ഓപ്ഷനാണ്. പല സമയത്തും അതുപോലെ തന്നെ കുല്ലുഹ സൊഹി എന്നൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ജമിയു ഹാദി എന്നൊക്കെ. അപ്പോൾ ഇവിടെ എന്തായാലും ഈ ഒരു സാധനമല്ല. അപ്പോൾ ഈ റാസി ബൈളാവി, സുയൂത്തി മഹല്ലി, തൊബരി മഹല്ലി ഇവരൊക്കെ വളരെ പ്രസിദ്ധരായ തഫ്സീർ മുഫസ്സിരീങ്ങളാണ്, അതുപോലെ തന്നെ മുഹദ്ദിസീങ്ങളും പണ്ഡിതന്മാരൊക്കെയാണ് അല്ലേ. അപ്പോൾ ഇവരിൽ ആരാണ് ഈ തഫ്സീർ ജലാലൈനിയോട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ ഉദ്ദേശം സുയൂത്തി വൽ മഹല്ലി, ജലാലുദ്ദീൻ സുയൂത്തി, ജലാലുദ്ദീൻ മഹല്ലി എന്നീ 2 വ്യക്തികളാണ്. അവർ 2 പേര് കൂടിയിട്ടാണ് തഫ്സീർ ജലാലൈനി എന്ന ഈ ഗ്രന്ഥം ഉണ്ടാക്കുന്നത്, ഈ ഗ്രന്ഥം രചിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് തഫ്സീർ ജലാലൈനി എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ തഫ്സീർ ജലാലൈനി മിൻ തഅലീഫ് ജലാലുദ്ദീൻ അൽ മഹല്ലി. അസ്ലിയൻ അടിസ്ഥാനപരമായിട്ട് അത് അറിയപ്പെടുന്നത് ജലാലുദ്ദീൻ മഹല്ലി എന്നവരുടെ, ജലാലുദ്ദീൻ അൽ മഹല്ലി എന്നവരുടെ, മഹല്ലി എന്നാട്ടോ, മഹല്ലി എന്നവരുടെ ഗ്രന്ഥമായിട്ടാണ് അസ്ലിയൻ പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ അക്മലഹു ജലാലുദ്ദീൻ സുയൂത്തി, അതായത് ഇതിനെ രചിക്കാൻ തുടങ്ങിയത് ജലാലുദ്ദീൻ മഹല്ലിയാണ്. പിന്നെ അതിനെ പൂർത്തീകരിക്കുന്ന ആളാണ് ജലാലുദ്ദീൻ സുയൂത്തി ഇമാമാണ് അതിനെ തഫ്സീർ ജലാലൈനിയെ പൂർത്തീകരിക്കുന്നത്. ബദഅൽ മഹല്ലി ബി തഫ്സീരി മിൻ സൂറത്തുൽ കഹ്ഫി ഹത്താ സൂറത്തുൻ നാസ് ഇളാഫത്തുൻ ഇലാ സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ ഈ മഹല്ലി ഇമാമ് ഈ തഫ്സീറിനെ രചിക്കാൻ തുടങ്ങുന്നത് സൂറത്തുൽ കഹ്ഫ് മുതലാണ്. സൂറത്തുൽ കഹ്ഫ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് സൂറത്തുൻ നാസ് വരെ, അതായത് ഒരു 15 ജുസ്, ഈ രണ്ടാമത്തെ 15ാമത്തെ ജുസുകളുണ്ട്, 15 ജുസുകൾ, അതായത് 16 ജുസ് മുതൽ അങ്ങോട്ട് തുടങ്ങി സൂറത്തുൽ നാസ് വരെ അദ്ദേഹം തഫ്സീർ എഴുതി. ഇളാഫത്തുൽ സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹയുടെ തഫ്സീർ കൂടി ഉൾപ്പെടുത്തിയുകൊണ്ട് അദ്ദേഹം ഈ 15 ജുസിൽ അദ്ദേഹം തഫ്സീർ എഴുതി. തോഫിയൽ മഹല്ലി ഖബല ഇക്മാലി, അങ്ങനെ അദ്ദേഹം ഈ തഫ്സീർ ജലാലൈനി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വഫാത്തായിപ്പോയി. അപ്പോൾ അത്തമ്മഹു ബഅദ വഫാത്തി സുയൂത്തി, അങ്ങനെ അദ്ദേഹം ബാക്കി വെച്ച് പോയ ആ തഫ്സീറിനെ പൂർത്തീകരിക്കുന്ന ഒരു പണിയാണ് സുയൂത്തി ഇമാം എടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ അതിനെ ഫബ്തദഅ ബി തഫ്സീർ സൂറത്തുൽ ബഖറ ഹത്ത ആഖിരി സൂറത്തുൽ ഇസ്രാ. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ ജലാലുദ്ദീൻ അൽ മഹല്ലി അദ്ദേഹം തഫ്സീർ രചിച്ചിരുന്നു. പിന്നെ ബാക്കിയുള്ളത് ബഖറ മുതൽ ഇങ്ങോട്ട് സൂറത്തുൽ ഇസ്രാ വരെയാണല്ലോ അല്ലേ. അപ്പോൾ ആ സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൽ ഇസ്രാ വരെയുള്ള ആ ഒരു ഭാഗത്തിനെ ഇദ്ദേഹം തഫ്സീർ പൂർത്തിയാക്കി ആ ഗ്രന്ഥം പൂർത്തീകരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ജലാലുദ്ദീൻ മഹല്ലി തുടങ്ങി വെച്ച തഫ്സീറിനെ ജലാലുദ്ദീൻ സുയൂത്തി പൂർത്തീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ 2 പേര് കൂടി 15 അങ്ങനെ രചിച്ചതായതുകൊണ്ട് തഫ്സീർ ജലാലൈനി എന്ന പേര് തന്നെ വരികയും ചെയ്തു. അപ്പോൾ ജലാലുദ്ദീൻ സുയൂത്തി, ജലാലുദ്ദീൻ മഹല്ലി എന്നവരാണല്ലോ. അപ്പോൾ ജലാലുദ്ദീൻ മഹല്ലി എന്നവർ ജലാലുദ്ദീൻ അബു അബ്ദില്ല, അദ്ദേഹത്തിന് കുനിയത്തലമ് മുഹമ്മദ് ബിൻ ശിഹാബുദ്ദീൻ അൽ മഹല്ലി, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബിൻ ശിഹാബുദ്ദീൻ അൽ മഹല്ലി എന്നാണ്. 864 അദ്ദേഹം വഫാത്താവുന്നത്, 791 ജനിച്ചു ഹിജ്റ. പിന്നെ അതുപോലെ തന്നെ ജലാലുദ്ദീൻ സുയൂത്തി എന്നവരുടെ പേര് ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ മുഹമ്മദ് അൽ ഖുദരി അസുയൂത്തി, ഇതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. 911 വഫാത്താവുന്നത്, 849 അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരെ പറ്റി ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിൽ വ്യക്തമാക്കി പറയാനുള്ളത് അദ്ദേഹം ജലാലുദ്ദീൻ അൽ മഹല്ലി മഹല്ലി ഇമാം തുടങ്ങുന്നത് സൂറത്തുൽ കഹ്ഫ് മുതലാണ്, അതായത് രണ്ടാമത്തെ 15 ജുസ്. ആ സൂറത്തുൽ കഹ്ഫ് മുതൽ തുടങ്ങി സൂറത്തുൽ നാസ് വരെ പൂർത്തീകരിച്ചു. പിന്നെ സൂറത്തുൽ ഫാത്തിഹയും അദ്ദേഹം ഈ തഫ്സീർ ഉൾക്കൊള്ളിച്ചിരുന്നു. പിന്നെ അദ്ദേഹം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വഫാത്തായി പോയി. പിന്നെ ശേഷമാണ്
ജലാലുദ്ദീൻ സുയൂത്തി വരുന്നതും അതിനെ പൂർത്തീകരിക്കുന്നു. ബാക്കിയുള്ള സൂറത്തുൽ ഇസ്രാ വരെ, സൂറത്തുൽ ബഖറ മുതൽ തുടങ്ങി സൂറത്തുൽ ഇസ്രാ വരെ അദ്ദേഹം പൂർത്തീകരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യമാണ് ലാഹിദ് തസ്രീഹാത്തിൽ ആത്തിയത്തി വഖ്തർ മിൻഹ സ്വഹീഹ. ഇവിടെ കുറേ തസ്രീഹാത്തുകൾ, കുറേ സെൻറ്റൻസുകൾ, കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ അതിൽ യനാലു ജൗഹാൽ ഹാരിസി ജായിസത്ത് നോബേൽ ഫിൽ അദബിൽ അറബി. ജോഹ അൽ ഹാരിസി അറബിക്കിൽ നോബൽ പ്രൈസ് നേടുന്നു. ഖാൻ അബ്ദുൽ ഹമീദുൽ കാത്തിബി എന്നവർ ഷായിറും ഫിൽ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഷായിറാണ്. കത്തബൽ ഇമാമു സുയൂത്തി കിതാബ് അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ. ഇമാമു സുയൂത്തി അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നു. അശ്ശുറാഉൽ മഹ്ജരിയൂൻ ഹും അശ്ശുറാഉല്ലദീന ഹാജറൂ മിൻ മക്ക. ഷുറാഉൽ മഹ്ജരിയൂൻ എന്നറിയപ്പെടുന്നത് മക്കയിൽ നിന്ന് ഹിജ്റ പോയവരെയാണ്. അങ്ങനെ ഷുറാഉൽ മഹ്ജരി എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സ്, ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് ശരി എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതാ ശരിയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ശരിയായിട്ടുള്ളത് കത്തബൽ ഇമാമു സുയൂത്തി കിതാബ അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ശരി. അപ്പോൾ ബാക്കിയുള്ള എല്ലാം തെറ്റാണെന്ന് അർത്ഥം. അതായത് ജോഹ അൽ ഹാരിസി നോബൽ പ്രൈസ് നേടിയിട്ടില്ല. അബ്ദുൽ ഹമീദ് അൽ കാത്തിബ് ജാഹിലിയയിലെ ഷായറല്ല. ഷുറാഉൽ മഹ്ജരി എന്ന് പറയുന്നത് മക്കയിലേക്ക് ഹിജ്റ പോയവരല്ല എന്നാണ് ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. അപ്പോൾ ജോഹ അൽ ഹാരിസ് എന്നുള്ളത് കാത്തിബത്തുൻ ഒമാനിയത്തുൻ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ഒമാനിയായ ഒരു കാത്തിബത്താണ്, ഒരു എഴുത്തുകാരിയാണ്. ഹിയ അവ്വൽ കാത്തിബത്തിൻ ഔ കാത്തിബിൻ അറബിയൻ യഫൂസു ബിജായത്തിൽ മാൻ ബുക്കർ അൽ ആലമിയ. അതായത് ബുക്കർ പ്രൈസ് ആണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ജോഹ അൽ ഹാരിസി നോബൽ നേടി എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോബൽ അദബുൽ അറബിയിൽ നോബൽ നേടിയെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നോബൽ അല്ല അവർക്ക് കിട്ടിയിട്ടുള്ളത്, അവർക്ക് കിട്ടിയത് ബുക്കർ പ്രൈസ് ആണ്. ഓക്കെ, അതായത് ആദ്യമായിട്ട് നോബൽ കിട്ടിയ ഒരാളെ നമ്മൾ നേരത്തെ പറഞ്ഞു, നജീബ് മെഹ്ഫൂദ് എന്നുള്ളത് അല്ലേ. അദബുൽ അറബിയിൽ ആദ്യമായി നോബൽ പ്രൈസ് കിട്ടിയത് നജീബ് മെഹ്ഫൂദ് ആണ്. ഇവിടെ ആദ്യമായിട്ട് മാൻ ബുക്കർ കിട്ടുന്നത് ജോഹ അൽ ഹാരിസി എന്ന ഒമാനി റൈറ്ററിനാണ്. പിന്നെ ഫി ആമി 2019 ഇവർക്ക് ഈ മാൻ ബുക്കർ കിട്ടുന്നത്. റിവായത്തിഹ സയ്യിദാത്തുൽ ഖമർ, സെലസ്റ്റിയൽ ബോഡീസ് എന്ന ഈ ഒരു കിതാബ്, അതായത് സയ്യിദാത്തുൽ ഖമർ എന്ന് അവർ അറബിയിൽ എഴുതിയ ആ ഒരു റിവായ, അതിനെ ഈ മാർലിൻ ബൂത്ത് എന്ന ഈ ഒരു വ്യക്തി തർജമത്ത് അൽ ഇൻജിലസി, അമേരിക്കക്കാരിയാണെന്ന് തോന്നുന്നു, അവർ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു ബുക്ക് സെലസ്റ്റിയൽ ബോഡീസ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിനാണ് ഈ ജോഹ അൽ ഹാരിസിക്ക് മാൻ ബുക്കർ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 2019 കിട്ടിയിട്ടുള്ളത്. നോട്ട് ദി പോയിന്റ്. പിന്നെ രണ്ടാമത്തെ സാധനം അബ്ദുൽ ഹമീദ് ബിൻ യഹ്യ അൽ കാത്തിബ്. അദ്ദേഹം ഷായിറുൻ ജാഹിലി എന്ന് പറഞ്ഞു അല്ലേ, ജാഹിലി കാലത്തിലെ ഷായിറാണെന്ന് പറഞ്ഞത്. എന്നാൽ അദ്ദേഹം കാത്തിബും ഫിദ്ദൗലത്തുൽ ഉമവിയ്യ, അദ്ദേഹം ഉമവിയ്യ കാലഘട്ടത്തിൽ ജീവിച്ച ഒരാളാണ്. അദ്ദേഹം വളരെ പ്രസിദ്ധനായ കാത്തിബാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ഒരു പ്രസിദ്ധമായ സിഫത്താണ് യുതബറു റായിദ കുത്താബിർ റസായിൽ എന്ന ഒരു ഫന്നിന് തന്നെ തുടക്കം കുറിച്ചത് ഈ അബ്ദുൽ ഹമീദ് അൽ കാത്തിബാണ്. അതിൻ്റെ റായിദാണ് അദ്ദേഹം, അതിൻ്റെ പയനീർ, അതിൻ്റെ തുടക്കക്കാരൻ അദ്ദേഹമാണ്. അശ്ശുറാഉൽ മഹ്ജരിയൂൻ. ഇനി അടുത്തൊരു സെൻറ്റൻസ്, നമ്മുടെ റോങ് ആയിട്ടുള്ള സെൻറ്റൻസ്, കറക്റ്റ് എന്താണെന്നുള്ളത്. അശ്ശുറാഉൽ മഹ്ജരിയൂൻ ഹും അശ്ശുറാഉ അല്ലദീന ഹാജറു ആമ്മത്തൻ മിൻ സൂരിയ വലബനാൻ ഇല അംരീക അശ്ശിമാലിയ അൽ ജനൂബിയ ഫി അവാഖിറിൽ ഖർനി താസി അശർ ബിദായത്തിൽ ഖർനിൽ 20. അതായത് ഷുറാഉൽ മഹ്ജരിയൂൻ എന്ന് പറഞ്ഞത് ആ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിരുന്നത് മക്കയിൽ നിന്ന് ഹിജ്റ പോയവരെന്നായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ മക്കയിൽ നിന്ന് ഹിജ്റ പോയവരല്ല, മറിച്ച് അവർ പ്രധാനമായും ഹിജ്റ പോയത് സിറിയയിൽ നിന്നും ലുബനാനിൽ നിന്നുമാണ് അവർ പ്രധാനമായും ഹിജ്റ പോയത്. എങ്ങോട്ട്? അമേരിക്ക ഷിമാലിയ വൽ ജനൂബിയ, അതായത് USA ഉൾക്കൊള്ളുന്ന അമേരിക്ക ഷിമാലിയ ജനൂബിയ ലാറ്റിൻ അമേരിക്കയിലേക്കൊക്കെ ആയിട്ട് ഹിജ്റ പോയ ലുബനാൻ, സൂര്യ ഇവരിൽ നിന്നൊക്കെ ഹിജ്റ പോയ അറബികൾ. എന്നിട്ട് അവരവിടെ പോയി അവരുടെ ലിറ്ററേച്ചറും കാര്യങ്ങളൊക്കെ, അറബികളിലെ എഴുത്തും കാര്യങ്ങളൊക്കെ അവർ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഒരു ഷുറാഉൽ മഹ്ജരിയൂൻ എന്നും അതുപോലെ തന്നെ അദബുൽ മഹ്ജർ എന്നൊക്കെയുള്ള ആ ഒരു കാറ്റഗറി ഓഫ് ലിറ്ററേച്ചർ, അറബിക് ലിറ്ററേച്ചർ ഉണ്ടായിത്തീരുന്നത്. അപ്പോൾ അവർ യാത്ര പോയത് ഫി അവാഖിറിൽ ഖർനി താസി അശർ ബിദായത്തിൽ ഖർനിൽ 20, 1900, 2000, 1800, 1900 ആ ഒരു സമയത്ത് 1800 അവസാനത്തോടെ 1900 അവരെന്താക്കി ഇങ്ങനെ യാത്ര പോയത്. പിന്നെ അവർ പ്രസിദ്ധമായ ആളുകൾ ആരൊക്കെ? മീഖായിൽ വഴിമുണ്ട്, ഇലിയാബ് മാദി, നസീബ് അരിഗ, റഷീദ് സലീം ഖൂരി, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, ഇവരൊക്കെ അവരിൽ പ്രധാനപ്പെട്ട ആളുകളാണ്. മീഖായിൽ നഈമ, ഇലിയാബ് മാദി ഇവരൊക്കെ ലുബനാനിയാണ്.
ഇവരൊക്കെ ലുബനാനുകാരാണ്. ഷീസനി ഹൂരി ഇവരൊക്കെ. ഈ നസീബ് അരികള എന്ന വ്യക്തി സിറിയയിൽ നിന്ന് പോയ ആളാണ്. ഇവർ സൂരിയാണ്. നസീബ് അരികള മാത്രം ഇതിൽ സൂരിയാണ്, സൂരിയ. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ ലുബനാനാണ്. അപ്പോൾ പ്രധാനമായും പോയത് സിറിയ, ലബനാൻ എന്നിവരിൽ നിന്ന്. അതായത് അവർ മക്കയിൽ നിന്ന് ഹിജ്റ പോയവരല്ല, സിറിയ, ലബനാൻ എന്ന രാജ്യങ്ങളിൽ നിന്ന് ഹിജ്റ പോയവരാണ്. എങ്ങോട്ട് പോയി? അമേരിക്ക ഷിമാലിയ ജനൂബിയ, അതുപോലെ ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ നോർത്ത് അമേരിക്ക, അവരിൽ അങ്ങോട്ട് ഹിജ്റ പോയവരാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഖ്തരി സ്വഹീഹ മിനൽ ആത്തിയത്തി, ഈ തന്നിട്ടുള്ളതിൽ നിന്ന് ശരിയായത് ഏതാണെന്ന് കണ്ടെത്താനാണ്. അത് തിരഞ്ഞെടുക്കുക. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ. ഫിൽ കുല്ലിയത്തി തിസ്അ അഖ്സാമിൻ, ഫിൽ കുല്ലിയത്തി തിസ്ഉ അഖ്സാമിൻ, ഫിൽ കുല്ലിയത്തി തിസ്അതു അഖ്സാമിൻ, ഫിൽ കുല്ലിയത്തി തിസ്ഉ ഖിസ്മൻ, ഫിൽ കുല്ലിയത്തി തിസ്അതു ഖിസ്മൻ. ഈ 4 ഓപ്ഷനുകളിൽ ഏതാണ് ശരി? അതായത് ഇത് ഒരു അദദിൻ്റെ പാർട്ടാണ് വരുന്നത്. അദദ്, മഅദൂദ് എന്നുള്ള ആ ഒരു ഭാഗം നഹ്വിലെ വളരെ കുറച്ചൊരു ടഫായിട്ടുള്ള ഒരു ഏരിയയാണ് അദദിൻ്റെ ഭാഗം. അപ്പോൾ അതിൽപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ നമുക്ക് നോക്കാം. ആദ്യം ഫിൽ കുല്ലിയത്തി തിസ്അതു അഖ്സാം എന്നുള്ള റൈറ്റ് ആൻസർ വരുന്നത്. കാരണം എന്തായിരിക്കും? അപ്പോൾ ഇവിടെ ഫിൽ കുല്ലിയത്തി തിസ്അതു അഖ്സാമില്ലേ, അപ്പോൾ നമ്മളിവിടെ ഈ ഒരു അദദിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അദദിൻ്റെ കുറച്ച് നിയമങ്ങളുണ്ട്. ഈ തിസ്അത്താകുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ ഈ ഇതിൻ്റെ മഅദൂദായ അഖ്സാം എന്നുള്ള ഇവിടെ വരുമ്പോൾ അതന്നെ മുദക്കറാവുമ്പോൾ എങ്ങനെയാവണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതിന് പൊതുവെ നിയമം വരുന്നത് എങ്ങനെയാണ് നമുക്ക് ആദ്യം നോക്കാം. അദദ് 1 മുതൽ 100 വരെ, അതുപോലെ 1000, അതുപോലെ തന്നെ 1,00,000, ഇങ്ങനെ പല കണക്കുകളിലെ. അപ്പോൾ ഇതിലൊക്കെ വാഹിദ് വൈസ്നാനി ഈ 2 സാധനങ്ങൾ, അതായത് 1, 2 എന്നൊക്കെ പറയുമ്പോൾ യുവാഫിഖു ഫീഹിമൽ അദദു വൽ മഅദൂദും. ഇപ്പോൾ അദദ് മഅദൂദ് എന്നൊക്കെ പറയുമ്പോൾ ഈ തിസ്അത്ത് ഇവിടെ ഈ ഒരു ഭാഗം അദദാണ്, ഈ ഒരു ഭാഗമാണ് അദദ്. പിന്നെ അഖ്സാം എന്നുള്ള ഇതാണ് മഅദൂദ്, ഇതിനെയാണ് ഇവിടെ എണ്ണപ്പെടുന്നത് അല്ലേ. തിസ്അത്ത് എന്നുള്ളത് അത് എണ്ണമാണ്, മറ്റേതിനാണ് ഇവിടെ അഖ്സാം എന്നുള്ള എണ്ണപ്പെടുന്നത്. അപ്പോൾ ഈ അദദ് മഅദൂദ് എന്ന് പറയുമ്പോൾ ഈ 2 സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ ഇവിടെ അദദും മഅദൂദും മുവാഫിഖായിട്ടാണ്, യോജിച്ചാണ് ഈ വാഹിദ് ഇസ്നാനി എന്നിവകളിൽ വരാറുള്ളത്. അത് തദ്കീർ, തഅനീസ് എന്ന വിഷയത്തിലേക്ക്. അപ്പോൾ യുഅറബാനിനകത്ത് പിന്നെ ഇത് ഒന്നിൻ്റെ മറ്റൊന്നിൻ്റെ സിഫത്തായിട്ടാണ് ഇവിടെ സാധാരണ ഇറാബ് വരാറുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം നോക്കുമ്പോൾ ഹളറ റജുലുൻ വാഹിദുൻ, ഒരു പുരുഷൻ വന്നു. അപ്പോൾ ഇവിടെ ഒന്ന് വാഹിദ് എന്നുള്ളതിനെ കുറിക്കാൻ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഉദാഹരണം റഅയ്തു ഇംറഅത്തൈനി ഇസ്നത്തൈനി, 2 സ്ത്രീകൾ വന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ കണ്ട മുദക്കർ, റജുൽ എന്നുള്ളത് മുദക്കറാണ് അല്ലേ, ഒരാൾ, ഒരു പുരുഷൻ എന്നുള്ളത് മുദക്കറാണല്ലോ. അപ്പോൾ വാഹിദുൻ അത് അതുപോലെ തന്നെ വാഹിദ് എന്നുള്ള മുദക്കറായിട്ട് തന്നെ അതും മുഫ്രദായിട്ട് തന്നെ വന്നു. പിന്നെ ഇവിടെ റഅയ്തു രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഇംറഅത്തൈനി ഇസ്നത്തൈനി, ഇംറഅത്തൈനി എന്നുള്ളത് 2 എണ്ണമാണല്ലേ, 2 എന്നുള്ളത് അതും ഇംറഅത്തൈനി മുഅന്നസാണ്, 2 പെണ്ണുങ്ങൾ, 2 സ്ത്രീകൾ വന്നു എന്നല്ല, ലേഡീസ്. അപ്പോൾ ഇസ്നത്തൈനി അവിടെ ഇസ്നത്തൈനി എന്ന് പറയും. എന്നാൽ നേരെ മറിച്ച് റജുല ആണ് അവിടെ വരുന്നെങ്കിലോ, അപ്പോൾ റഅയ്തു റജുലൈനി ഇസ്നൈനി എന്ന് പറയുമായിരുന്നു. അപ്പോൾ അവിടെ മുദക്കർ മുഅന്നസൊക്കെ ഒപ്പിച്ചിട്ട് രണ്ടും ഒരേ കാറ്റഗറി. മഅദൂദ് മുദക്കറാകുമ്പോൾ അദദ് മുദക്കറാവും, മഅദൂദ് മുഅന്നസാകുമ്പോൾ അദദ് മുഅന്നസും, ആ ഒരു രൂപത്തിൽ. എന്നാൽ ഇവിടെ ഒരു ഇംറഅത്താണ്, ഹളറത്ത് ഇംറഅത്തുൻ വാഹിദത്തുൻ എന്നാവും ഇവിടെ. ഓക്കെ, അവിടെ ഇംറഅത്താണെങ്കിൽ വാഹിദത്തുൻ എന്നും ആവും. അപ്പോൾ ഇവിടെ മുദക്കറായതുകൊണ്ട് അതിൻ്റെ അദദും മഅദൂദും 2 മുദക്കറായി. ഓക്കെ, മഅദൂദ് മുദക്കറാണ്, അതുകൊണ്ട് അദദ് മുദക്കറായി. ഇവിടെ മഅദൂദ് മുഅന്നസാണ്, അതുകൊണ്ട് അദദ് മുഅന്നസായി. ഓക്കെ, അങ്ങനെ ഒരു റൂളാണ് ഇവിടെ വാഹിദ് ഇസ്നാനി എന്നിവകൾ ഫോളോ ചെയ്യുന്നത്. എന്നാൽ അൽ അഅദാദു മിൻ 3 ഇല 10, 3 മുതൽ 10 വരെ അങ്ങോട്ടുള്ള അതിലുള്ള അദദുകൾ എങ്ങനെയാണ് വരിക? തുഖാലിഫു ഹാദിഹിൽ അഅദാദു അൽ മഅദൂദ, മഅദൂദിനോട് എതിരാവും. ദായിമൻ ഹൈസു തുദക്കറു മഅൽ മുഅന്നസി വ തുഅന്നസു മഅൽ മുദക്കരി, അതായത് അദദുകൾ മഅദൂദിനോട് എതിരാവും. അതായത് മഅദൂദ് മുദക്കറാവുമ്പോൾ അദദ് മുഅന്നസാവും, മഅദൂദ് മുഅന്നസാവുമ്പോൾ അദദ് മുദക്കറാവും. അങ്ങനെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കാറുള്ളത്. വയത്തിൽ മഅദൂദ് ജംഅൻ മജ്റൂറൻ, അപ്പോൾ ഈ 3 മുതൽ 10 വരെ ഉള്ളതിൽ മജ്റൂർ ഒരു ജം ആണ്, മഅദൂദ് ജം ആയിട്ടാണ് വരിക. അതിനെ മജ്റൂറായ ജം, ഒരു ജം ആ ഒരു മഅദൂദായ ഒരു അതിൻ്റെ മുഫ്രദിൽ നിന്ന് നമ്മൾ ജംഇനെ പിടിച്ചെടുക്കണം. എന്നിട്ട് അതിനെ മജ്റൂറായിട്ട് മുലാഫിലഹി ആയിട്ട് മജ്റൂറായിട്ടാണ് കൊണ്ടുവരാറുള്ളത്. അമൽ അദദു ഫയുറബു ഹസനുക്കെ മിനൽ കലാം, പക്ഷെ അത് ആ കലാമിൽ എവിടെയാണ് സംഭവിക്കുന്നത് അതിൻ്റെ ഇറാബ് തന്നെയായിരിക്കും അതിനുണ്ടാകുക.
അപ്പോൾ ഇത് ഈ പറഞ്ഞത് എന്താ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ, വ്യക്തമാക്കി നോക്കാം. അപ്പോൾ സൊയ്ദ സലാസത്തു അത്തുഫാലുൻ അത്വായിറത്ത, മൂന്ന് കുട്ടികൾ വിമാനം കയറി എന്നാണ് ഇവിടെ ഉദാഹരണം ഉള്ളത്. അപ്പോൾ ഇവിടെ സലാസത്ത് എന്നുള്ളത് നമ്മുടെ ഇതിൽപ്പെട്ട ഒരു സാധനമാണ് അല്ലേ. അപ്പോൾ സലാസത്തു അത്തുഫാലിൻ, അപ്പോൾ ഇവിടെ അത്തുഫാൽ എന്നുള്ള മഅദൂദ് അതിൻ്റെ ഇതെന്താ തിഫിൽ എന്നുള്ളതല്ലേ, തിഫിലാണ് അതിൻ്റെ മുഫ്രദ്. തിഫിൽ എന്നുള്ളത് ഒരു മുദക്കറായ ഇസ്മാണ്. ഓക്കെ, ആ തിഫിൽ എന്നത് മുദക്കറായതുകൊണ്ട് നമ്മളിവിടെ എന്താക്കി, സലാസത്തു എന്നുള്ളതിനെ മുഅന്നസാക്കി. കാരണം ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എപ്പോഴും സഞ്ചരിക്കാറുള്ളത്. ഇവിടെ പറഞ്ഞില്ലേ നമ്മൾ തുദക്കറു മഅൽ മുഅന്നസി വതുഅന്നസു മഅൽ മുദക്കരി, മുഅന്നസിനോട് കൂടെ ആകുമ്പോൾ മുദക്കറാക്കപ്പെടും, മുദക്കറിനോട് കൂടെ ആകുമ്പോൾ മുഅന്നസാക്കപ്പെടും. അപ്പോൾ ആ ഒരു ആശയത്തിൽ നിന്ന് ഇവിടെ തിഫ്ലു എന്നുള്ളത് മുദക്കറായതുകൊണ്ട് സലാസത്തു എന്നുള്ളത് മുഅന്നസാവണം. ഓക്കെ, എന്നാൽ റഅയ്തു തിസ്അ ഹദായിക, പിന്നെ ഇവിടെ ഈ തിഫ്ലി എന്നുള്ളതിൻ്റെ ജം ആണ് അത്തുഫാൽ അല്ലേ. അപ്പോൾ ഈ സലാസത്തു എന്നുള്ളതിൻ്റെ അത് ഇവിടെ സ്വഇദ എന്നുള്ള അതിൻ്റെ ഫായിലായിട്ട് വന്നു സലാസത്തു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മൂന്ന് കുട്ടികൾ കയറി എന്നാണല്ലോ, അപ്പോൾ സ്വഇദ എന്ന ഫീൽഡിൽ ഫായിലായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് റഫ് കൊടുത്തു സലാസത്തു എന്നുള്ളത്. പിന്നെ ഇവിടെ അത്തുഫാലിൻ എന്നുള്ളത് സലാസത്തുവിലേക്ക് സലാസത്തു എന്നുള്ളതിനെ അത്തുഫാലിലേക്ക് ഇലാഫത്ത് ചെയ്തു, അതായത് മുലാഫിലഹി ആയി. മുലാഫിലെ ഇറാബ് എന്തായിരിക്കും, ജറായിരിക്കും അല്ലേ. അപ്പോൾ മജ്റൂർ ആയിട്ടാണ് ഇവിടെ പറഞ്ഞു ജംഅൻ മജ്റൂറൻ എന്ന് പറഞ്ഞു. വയുറവ് മുലാഫിലഹി, അതായത് ഈ തിഫ്ലി എന്നതിൻ്റെ ജം ആയ അത്തുഫാലിനെ ഇവിടെ നമ്മൾ എടുത്തു, എന്നിട്ട് ആ സലാസത്തു എന്നുള്ള അതിനെ ഈ അത്തുഫാലിലേക്ക് അങ്ങോട്ട് ഇലാഫത്ത് ചെയ്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഈ സ്വൈദ സലാസത്തു അത്തുഫാൽ ത്വായിറത്ത എന്നുള്ള ആ ഒരു സാധനം വന്നിട്ടില്ല. അപ്പോൾ സലാസത്തു എന്നുള്ളത് അതിവിടെ ഫായിലായിട്ട് വന്നു, അത്തുഫാൽ എന്നുള്ളത് മുലാഫിലഹിയായിട്ട് വന്നു. അപ്പോൾ അത്തുഫാൽ അത് സലാസത്തു എന്നാവാൻ കാരണം അത്തുഫാൽ എന്നതിൻ്റെ മുഫ്രദായ തിഫ്ലി എന്നുള്ളത് മുദക്കറാണ്. ആ മുദക്കർ മഅദൂദായി വന്നപ്പോൾ അതിൻ്റെ അതതായ സലാസത്തു എന്നുള്ളത് മുഅന്നസായി തന്നെ വരണം. ഓക്കെ, ഇനി മറ്റേ ഉദാഹരണം റഅയ്തു തിസ്അ ഹദായിക, ഞാൻ 9 തോട്ടങ്ങൾ കണ്ടു എന്നാണ് ഇവിടെ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഹദായിക്കിൻ്റെ മുഫ്രദ് എന്താണ്, ഹദീഖത്ത് എന്നാണ് അല്ലേ. ഹദീഖത്തുൻ എന്നുള്ളതാണ് ഇതിൻ്റെ മുഫ്രദ്. അപ്പോൾ ഈ ഹദീഖത്ത് എന്നുള്ളത് മുഅന്നസാണ് അല്ലേ. ഇതിൻ്റെ മഅദൂദായ ഹദീഖത്ത്, ഇവിടെ അതത് മഅദൂദ്, ഇതിലെ മഅദൂദ് ഹദീഖത്ത് എന്നുള്ളത് മുഅന്നസായതുകൊണ്ട് ഇതിൻ്റെ അതതായ തിസ്അ എന്നുള്ളതിനെ മുദക്കറാക്കണം. അങ്ങനെയാണ് നമ്മളിവിടെ നിയമത്തിൽ പറഞ്ഞത്. മഅദൂദ് മുഅന്നസാകുമ്പോൾ അതിനെ മുദക്കറാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തിസ്അ എന്നുള്ളത് മുദക്കറായിട്ട് വന്നത്. പിന്നെ ഇവിടെ നമ്മൾ മറ്റ് ആ ഒരു ഇറാബിൻ്റെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ റഅയ്തു, ഞാൻ കണ്ടു, എന്തിനെ കണ്ടു, തിസ്അ 9 എണ്ണത്തിന്, അതായത് മഫ്ഊലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തിസ്അ എന്നുള്ളതിന് നസ്ബ് കിട്ടിയത്. പിന്നെ ഹദായിഖ് എന്നുള്ളതിന് മുലാഫിലഹി ആയിരിക്കും. ഹദീഖത്തിൻ്റെ ജം ആയ ഹദീഖത്തിൻ്റെ ജംഇനെ നമ്മൾ എടുക്കുന്നു അല്ലേ. ഹദീഖത്തിൻ്റെ ജംഇനെ നമ്മൾ എടുക്കുക, അപ്പോൾ അതാണ് ഹദായിഖ് എന്ന് വരും. അപ്പോൾ അങ്ങനെ ആ ജംഇനെ എടുത്തിട്ട് അതിലേക്കാണ് എന്താക്കേണ്ടത്, നമ്മുടെ അതതായ തിസ്അ എന്നുള്ളതിന് ഇലാഫത്ത് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഈ ഒരു സെൻറ്റൻസ് ഇവിടെ കംപ്ലീറ്റ് ആക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതിലേക്ക് കിടക്കാം. അങ്ങനെയാണ് ഇവിടെ ഈ 3 മുതൽ 10 വരെയുള്ള എല്ലാ അതതുകളിലും അങ്ങനെയാണ് ഫോളോ ചെയ്യാറുള്ളത് അല്ലേ. പിന്നെ മിഅത്ത്, അൽഫ് എന്നുള്ളതൊക്കെ വരും. അവിടെയൊക്കെ അവിടെ ഒന്നും കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല, അങ്ങനെ തന്നെ ഫോളോ ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് മറ്റൊരു ഉദാഹരണം, ഫഅമ്മൽ യതീമു ഫലാ തഖ്ഹർ വഅമ്മസ്സായില ഫലാ തൻഹർ. അപ്പോൾ ഈ ഒരു സാധനം ഇതൊരു ഖുർആനിലൊരു ആയത്താണല്ലേ. ഹാദാ മിസാലുൻ, ഇത് എന്തിൻ്റെ ഉദാഹരണമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇഖ്തിബാസ്, തഷ്ബീഹ്, ജിനാസ്, കിനായത്ത്, അതായത് ഇൽമുൽ ബലാഗയിൽപ്പെട്ടൊരു പാർട്ടാണ്. ഇഖ്തിബാസാണോ, തഷ്ബീഹാണോ, ജിനാസാണോ, കിനായത്താണോ എന്നുള്ളത്. അപ്പോൾ ഇത് ഖുർആനിൽ പെട്ട ഒരു സാധനമുണ്ട്. ഇഖ്തിബാസ് എന്ന് പറഞ്ഞ് സംശയിക്കാൻ മതി. പക്ഷേ ഇവിടെ ഇത് മാത്രം പറയുന്നത് കൊണ്ട് ഇഖ്തിബാസ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇഖ്തിബാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പീസ് ഓഫ് ലിറ്ററേച്ചറിൽ നമ്മൾ ഈ ഖുർആനിലെ ഹദീസിലെ എന്തെങ്കിലും ഉൾക്കൊള്ളിക്കുമ്പോഴാണ് ഇഖ്തിബാസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വെറും ഖുർആനിലെ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇഖ്തിബാസ് അല്ല. പിന്നെ എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ അതിൻ്റെ ഉത്തരം ജിനാസാണ്. ജിനാസ് എന്നുള്ളത് ഇൽമുൽ ബദിയയിൽപ്പെട്ട ഒരു സാധനമാണല്ലേ, ഒരു ചർച്ചയാണ്. ബലാഗയിലെ ഇൽമുൽ ബദിയയിൽപ്പെട്ടതാണ്. അപ്പോൾ ജിനാസ് എന്ന് പറഞ്ഞാൽ എന്താ, അൽ ജിനാസു അയതശാബഹൽ ലഫ്ളാനി ഫിൻ നുത്ഖി വയഖ്തലിഫ ഫിൽ മഅന. 2 ലഫ്ലുകൾ, അവകൾ നുത്തുക്കിൽ, അതിങ്ങനെ സൗണ്ട് പ്രൊനൗൺസിയേഷൻ ഒരുപോലെ ആയിരിക്കും. അതായത് സൗണ്ട് നുത്തുക്കിൽ ഒരുപോലെ ആയിരിക്കും, പക്ഷേ മഅനയിൽ അവ വ്യത്യാസമായിരിക്കും. അപ്പോൾ
അതിനാണ് നമ്മളെന്ത് ജിനാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജിനാസ് രണ്ടെണ്ണം ഉണ്ട്. അങ്ങനെ നുത്തുക്കിൽ ഒരുപോലെ പക്ഷെ മഴ വ്യത്യാസമാവുക. ഈ ജിനാസ് രണ്ടെണ്ണം ഉണ്ട്. താമുണ്ട്, അതുപോലെ തന്നെ നാക്കിസ് ഉണ്ടാവും. ഓക്കെ, താമ് അല്ലെങ്കിൽ ഖൈറുത്താമ്, താമ് ഖൈറുത്താമ്, അല്ലെങ്കിൽ താമ് അല്ലെങ്കിൽ നാക്കിസ്, രണ്ട് കിസ്മാണുള്ളത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കിസ്മായ താമ് എന്നുള്ളത് ഹുവ മത്തഫഖ ഫീഹി ലഫ്ളാനി ഫി അർബഅത്തി ഉമൂർ, 4 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈ 4 കാര്യങ്ങളിൽ ഈ 2 ലഫ്ളുകളും ഒക്കുമ്പോഴാണ്, 2 ലഫ്ളുകളും ഒരുപോലെ വരുമ്പോഴാണ് അവിടെ ജിനാസ് താമ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഏതൊക്കെ? നൗഉൽ ഹുറൂഫ്, അദദ്, തർത്തീബ്, ഹൈഅത്ത്. ഈ 4 ഇവിടുത്തെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഈ 4 കാര്യങ്ങൾ. നൗഉൽ ഹുറൂഫ്, അദദുൽ ഹുറൂഫ്, പിന്നെ തർത്തീബുൽ ഹുറൂഫ്, ഹൈഅത്തുൽ ഹുറൂഫ്, ഈ 4 കാര്യങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ ഓരോ ഉദാഹരണം പറയുകയാണെങ്കിൽ വസമ്മൈതുഹു യഹ്യ ലിയഹ്യ ഫലം യകുൻ ഇലാ റദ്ദി അംരില്ലാഹി ഫീഹി സബീലു എന്നൊരു കവിതയാണ്. സമ്മൈതുഹു യഹ്യ ലിയഹ്യ ഫലം യകുൻ ഇലാ റദ്ദി അംരില്ലാഹി ഫീഹി സബീലു എന്നുള്ളത്. അപ്പോൾ ഇവിടെ കണ്ട സമ്മൈതുഹു യഹ്യ ലിയഹ്യ എന്നുണ്ട്, ഈ 2 സാധനങ്ങൾ. അപ്പോൾ ഇവിടെ യഹ്യ എന്നുള്ളതും ഈ രണ്ടാമത്തെ യഹ്യ എന്നുള്ളതും രണ്ടും ഒരേ സാധനം തന്നെയാണ്, പക്ഷെ അവിടെ അർത്ഥം വ്യത്യാസമുണ്ട്. ഇവിടെ യഹ്യ എന്നുള്ളത് അത് പേരായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സമ്മൈതുഹു യഹ്യ, ഞാൻ അവന് യഹ്യ എന്ന് പേര് വെച്ചു. ലി യഹ്യ, അവൻ ജീവിക്കാൻ വേണ്ടി എന്നൊരർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ അർത്ഥം വ്യത്യാസമുണ്ട്. യഹ്യ എന്നുള്ളത് ഈ ഒരു ഫസ്റ്റ് കൊണ്ടുവന്നതിൽ ഉദ്ദേശം ഒരാളുടെ പേരായിട്ടാണ്, മറ്റേതിൽ അവൻ ജീവിക്കുക എന്നുള്ളൊരു ഫീൽ ചെയ്യായ അർത്ഥത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ രണ്ടും വ്യത്യസ്തമായ മഴക്കാണ് വന്നിട്ടുള്ളത്, പക്ഷേ നുത്തുക്കൾ രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ ഈ നൗഉൽ ഹുറൂഫ് ഇവിടെ എല്ലാ ഹർഫുകളൊക്കെ ഒരേ സാധനം തന്നെയാണ്. യാ ഹി യാ ഒക്കെ ഒരേ ഹർഫുകൾ തന്നെയാണ്. പിന്നെ അദദ് എല്ലാത്തിനും യാ ഉണ്ട്, ഹ ഉണ്ട്, യാ ഉണ്ട്, അലിഫ് ഉണ്ട്, രണ്ടിലും ഈ 4 ഹർഫുകളുണ്ട്. പിന്നെ തർത്തീബ് അതും അതുപോലെ തന്നെയാണ്. പിന്നെ ഹൈഅത്ത് രണ്ടിൻ്റെയും ഹർക്കത്തുകളും ഒക്കെ ഒരുപോലെ തന്നെ. യഹ്യ മറ്റൊന്ന് യഹ്യ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ഇത് താമായി വരുന്നത് അല്ലേ. അപ്പോൾ ഈ 4 കാര്യങ്ങളും ഒത്ത് അങ്ങനെയാണ് യഹ്യ താമായി വരുന്നത്. എല്ലാത്തിലും ഒക്കുമ്പോഴാണ് താമായി വരിക. ഇനി മറ്റൊരു കിസ്മാണ് ഖൈറുത്താമ്. ഖൈറുത്താമ് എന്ന് പറയുമ്പോൾ മറ്റേത് താമ് എന്ന് പറയുമ്പോൾ 4 ഒത്തു വന്നത്. ഇനി ഖൈറുത്താമ് എന്ന് പറയുമ്പോൾ മഖ്തലഫ ഫീഹി ലഫ്ളാനി ഫീ വാഹിദി മിനൽ ഉമൂരിൽ മദ്കൂറത്തി, ഈ പറയപ്പെട്ട 4 കാര്യങ്ങളുണ്ടല്ലോ, ആ 4 കാര്യങ്ങളിലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇഖ്തിലാഫായാൽ അപ്പോൾ ഖൈറുത്താമായി വരും. അപ്പോൾ അതിനുള്ള ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ് സാഇല ഫലാ തൻഹർ. അപ്പോൾ ഇവിടെ എങ്ങനെ വ്യത്യാസമായിട്ടുള്ളത്? ഇഖ്തലഫ ഫീ നൗഉൽ ഹുറൂഫി, ഇവിടെ നൗഉൽ ഹുറൂഫിലാണ് ഇവിടെ വ്യത്യാസം വന്നിട്ടുള്ളത് അല്ലേ. നൗഉൽ ഹുറൂഫിലാണ് ഇവിടെ വ്യത്യാസമുള്ളത്. ഇവിടെ ഏതാണ്? ഇവിടെ ഈ ജിനാസിന് സാധ്യതയുള്ള ഈ 2 ലഫ്ളുകളൊക്കെയാണ്. ഇവിടെ ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ ഫലാ തൻഹർ. ഈ തഖ്ഹറും തൻഹറുമാണ് ഇവിടെ നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? നൗഉൽ ഹുറൂഫിൽ വ്യത്യാസമായി. ഇവിടെ തഖ്ഹർ എന്നുള്ളത് അത് ഒന്നാമത്തെ സാധനം തന്നെയായ ഇവിടെ തഖ്ഹർ, ഇവിടെ കാഫാണ്, ഇവിടെ നൂനാണ്, വേറെ എല്ലാം ഒരുപോലെയാണ് അല്ലേ. ബാക്കി ഒന്നിനും വ്യത്യാസമല്ല. തഖ്ഹർ എന്നുള്ളത് അതിൻ്റെ അദദ് കറക്റ്റാണ്, 4 പിന്നെ അതിൻ്റെ ഹൈഅത്ത് കറക്റ്റാണ്, പിന്നെ തർത്തീബ് ഒക്കെ കറക്റ്റാണ്. പക്ഷേ ഇവിടെ നൗഉൽ ഹുറൂഫ് ഈ ഹറഫ് ഇവിടെ നൂനായി ഇവിടെ കാഫായി, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ നൗഉൽ ഹുറൂഫിലാണ് ഇവിടെ വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഖൈറുത്താമിലെ ഒരു ഉദാഹരണമാണ്. പിന്നെ ഹല്ലാ നഹാക നുഹാക അൻലൗമിംറിൻ എന്നൊരു ബൈത്താണ്. അപ്പോൾ അവിടെ അതും ഖൈറുത്താമിലെ ഉദാഹരണമാണ്. അപ്പോൾ അവിടെ അത് ഖൈറുത്താമാവലെ കാരണം എന്താ? ഇഖ്തലഫ ഫീ ശക്ലിൽ ഹുറൂഫി, ഇവിടെ അത് നഹാക നുഹാക എന്നുള്ളത്. അപ്പോൾ ഇവിടെ രണ്ടിന് അർത്ഥം രണ്ടും 2ആണ്. പക്ഷേ ഇവിടെ രണ്ടും ഒരേ നുത്തക്കാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ രണ്ടും 2 ലഫ്ലായിട്ടാണ്. അത് കാരണം ഇവിടെ അതുകൊണ്ട് തന്നെ ഖൈറുത്താമാവല്ല കാരണം ഇതിൻ്റെ രണ്ടും നൗഉൽ ഹുറൂഫ് ഒന്നാണ്, രണ്ടിലുള്ളത് നൂന് ഹ അലിഫ് കാഫാണ്, രണ്ടിലും അതുപോലെ തന്നെയാണുള്ളത്. പിന്നെ അദദുൽ ഹുറൂഫ് കറക്റ്റാണ്, അതിൻ്റെ ഹൈഅത്താണ് ഇവിടെ ചെറിയ പ്രശ്നം, അതായത് ഷെക്കിലാണ് ഇവിടെ പ്രശ്നമുള്ളത്. തർത്തീബ് കറക്റ്റാണ്, നൂന് ഹ അലിഫ് കാഫ് കറക്റ്റായി വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഷെക്കിലാണ് പ്രശ്നം. ഒന്നാമത്തേൻ്റെ ഇവിടെ ഫത്തഹാണ്, രണ്ടാമത്തേൻ്റെ ഇവിടെ ലമ്മാണുള്ളത്. അപ്പോൾ ഈ ഒരു ഷെക്കിലാണ് ഇവിടെ പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഖൈറുത്താമായി വന്നിട്ടുള്ളത്.
ഇനി മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇന്നൽ ബുക്കാഹു ഷിഫാഉ മിനൽ ജവാ ബൈനൽ ജവാനിഹി, ഈ ഒരു സാധനം. അപ്പോൾ ഇവിടെ ജവാ ജവാനിഹ്, ഈ രണ്ട് സംഗതി, ഈ രണ്ട് ലഫ്ലുകളാണ് ഇവിടെ ജിനാസിന് കാരണമായി വരുന്നത്. ഇവിടെ ഇഖ്തലഫാ ഫി അദദുൽ ഹുറൂഫി, അദദുൽ ഹുറൂഫിലാണ് ഇവിടെ വ്യത്യാസം വന്നിട്ടുള്ളത്. ഇവിടെ ജവാ ജവാനിഹ്, ഇവിടെ ജവാ ഇത്രയേ ഉള്ളൂ, ജവാ ഈ 3 അക്ഷരങ്ങൾ ഇവിടെ കാണുന്നുള്ളൂ. പക്ഷെ ഇവിടെ ജവാ ഈ നിഹ് എന്നുള്ള ഈ ഒരു പാർട്ട് ഇവിടെ അധികമാണ്, എക്സ്ട്രയാണ്. അപ്പോൾ അദദുൽ ഹുറൂഫിലുള്ള വ്യത്യാസം, നമ്പറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇത് ഗൈറുത്താമായി മാറിയത്. പിന്നെ മറ്റൊരു ഉദാഹരണം ഹഷീത്തു അൻ തഖൂല ഫറഖ്ത ബൈന ബനി ഇസ്രായീൽ. ഇവിടെ എന്താ ബൈന എന്നുള്ളതുണ്ട്, ബനി എന്നതുണ്ട്. ഈ രണ്ടെണ്ണത്തിലാണ് ഇവിടെ ജിനാസിന് സാധ്യത. അപ്പോൾ ഇഖ്തലഫ ഫി തർത്തീബുൽ ഹുറൂഫി, ഹർഫിൻ്റെ തർത്തീബ് വ്യത്യാസപ്പെട്ടു. അദദുൽ ഹുറൂഫ് കറക്റ്റാണ്, 3 പിന്നെ അതുപോലെ തന്നെ ലൗൽ ഹുറൂഫ് കറക്റ്റാണ്. ഈ ബ ഉണ്ട്, യാ ഉണ്ട്, നൂനുണ്ട്, രണ്ടിലും അതുപോലെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഷെക്കിലും ബൈന ബനി അങ്ങനെ ഷെക്കിലും ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ തർത്തീബുൽ ഹുറൂഫിലും വ്യത്യാസമുണ്ട് അല്ലേ. ഷെക്കിലും കറക്റ്റാണ്, ബൈന ബനി എന്നുള്ളതിലൊക്കെ രണ്ടിലും സുക്കൂനും ഫത്തഹും അലിഫും ഇതൊക്കെ തന്നെയാണുള്ളത്, പക്ഷെ കെസ്റുമൊക്കെ തന്നെയാണുള്ളത്. പക്ഷെ ഇവിടെ തർത്തീബ് വ്യത്യാസപ്പെട്ട്, ഇവിടെ ബൈന, ഇവിടെ ബനി, ഇവിടെ ഈ ഒരു യാ ലാസ്റ്റിലോട്ട് വന്ന് ഈ ഒരു നൂന് ഇങ്ങോട്ടും വന്നു. അപ്പോൾ അതാണ് ഇവിടെ ഒരു വ്യത്യാസം വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ജിനാസ് ഖൈറുത്താംബിലാണ് എണ്ണപ്പെടുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം, മനല്ലദി അസ്സസ ദൗലത്തുൻ ഉമവിയ്യത്തുൻ ഫിൽ അന്തലുസ്. അന്തലുസ് അതായത് സ്പെയിനിലെ ഇസ്ലാമിക് രാഷ്ട്രം, അതായത് സ്പെയിനിനെ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വന്ന് അവിടെ ഉമവിയാക്കളുടെ ദൗലത്തുൽ ഉമവിയ അതിൻ്റെ സംസ്ഥാപനത്തിന് പങ്കുവഹിച്ചതാരാണ്, അതായത് ആരാണ് അതിന് ഈ സംസ്ഥാപനം നിർവഹിച്ചത് ആരാണെന്ന ചോദ്യം. അപ്പോൾ ഇവിടെ അബുൽ അബ്ബാസ് സഫാഹ്, മുആവിയത്ത് അബി സുഫിയാൻ, അബ്ദുറഹ്മാൻ ദാഹിൽ, അബ്ദുൽ മലിക് മർവാൻ. അപ്പോൾ ഉമവിയ ഭരണം ഈ സ്പെയിനിൽ കൊണ്ടുവന്നത് ആരാണെന്നാണ് ചോദ്യം. നമുക്കതിന് ഉത്തരത്തിലേക്ക് കടക്കാം. അബ്ദുറഹ്മാൻ ദാഹിൽ എന്നവരാണ് ഉമവിയ ഭരണം സ്പെയിനിൽ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ അദ്ദൗലത്തുൽ ഉമവിയ ഫിൽ അന്തലുസ് അസ്സസഹ അബ്ദുറഹ്മാൻ ഇബ്നു മുആവിയ. അബ്ദുറഹ്മാൻ മുആവിയ അൽ ഉമവി 938 അദ്ദേഹം ദൗലത്തുൽ ഉമവിയനെ അന്തലുസിൽ സ്പെയിനിൽ അദ്ദേഹം സ്ഥാപിക്കുന്നത്. കാരണം അദ്ദേഹം അബ്ബാസികളുടെ കയ്യിൽ ഭരണം കിട്ടിയതിന് ശേഷം അവർ ഉമവിയാക്കളെയൊക്കെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ അബ്ദുറഹ്മാൻ ദാഹിൽ എന്നറിയപ്പെടുന്ന അബ്ദുറഹ്മാൻ മുആവിയ എന്നവർ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയ ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അങ്ങനെ രക്ഷപ്പെട്ട് ഓടിയ ആ സമയത്ത് അവരുടെ കയ്യിൽപ്പെടാതെ രക്ഷപ്പെട്ട് അദ്ദേഹം സ്പെയിനിലേക്ക് കടക്കുകയും അങ്ങനെ ആ സ്പെയിനുകാർ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അങ്ങനെ അദ്ദേഹം അവിടെ ഒരു ഉമവിയ ഭരണം സംസ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവിടെ അദ്ദേഹം ഉമവിയ ഭരണം സ്ഥാപിക്കുന്നത്. 138 സംഭവിക്കുന്നത്. പിന്നെ അദ്ദേഹം ഉരിഫ ബിസ്മി അബ്ദുറഹ്മാൻ ദാഹിൽ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അന്നഹു ദഖല ഐ ഹാജറ ഇൽ അന്തലുസ്, അന്തലുസിലേക്ക് ഹിജ്റ പോയി, അദ്ദേഹം അന്തലുസിൽ പ്രവേശിച്ചു, അദ്ദേഹമാണ് അന്തലുസിൽ പ്രവേശിച്ച് അങ്ങനെ ഹിജ്റ പോയി. ആ ഒരു കാരണത്താലാണ് അദ്ദേഹത്തിന് അബ്ദുറഹ്മാൻ ദാഹിൽ എന്ന പേര് വരാൻ കാരണം. പിന്നെ ഇസ്തമർ ദൗലത്തുൽ ഉമവിയ ഫിൽ അന്തലുസ് റസ്മിയൻ ഹത്താ 422 ഹിജ്റ 422 വരെ ഉമവിയ ഭരണം അന്തലുസിൽ ഒഫീഷ്യലായിട്ട് നിലനിന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ്. പിന്നെ ഇതൊക്കെ അതിനെ പറ്റി പറയാനുള്ളത്. പിന്നെ അബുൽ അബ്ബാസ് സഫാഹ് നമ്മുടെ ഓപ്ഷനിലുള്ള ആളുകളാണ്. അബുൽ അബ്ബാസ് സഫാഹ് എന്നവർ ദൗലത്തുൽ അബ്ബാസിയൻ്റെ സ്ഥാപകനാണ്. ഓക്കെ, അബുൽ അബ്ബാസ് സഫാഹാണ് ഉമവിയാക്കളിൽ നിന്ന് അബ്ബാസിയാക്കളുടെ ഭരണം ഏറ്റെടുത്തതിന് ശേഷം ആദ്യത്തെ ഖലീഫയാവുന്നു. അദ്ദേഹമാണ് ഈ ഒരു ഭരണം സ്ഥാപിക്കുന്നത്. പിന്നെ മുആവിയത്ത് അബി സുഫിയാൻ നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്നു. ഇദ്ദേഹം മുഅസ്സിസ് ദൗലത്തുൽ ഉമവിയ ഭരണം അതിന് ശിലാഭാഗിയത് നമ്മുടെ ഖിലാഫത്തുർ റാഷിദ് ഖുലഫാ റാഷിദീങ്ങളുടെ ഭരണത്തിന് ശേഷം വന്നാണ് ഉമവിയ ഭരണമില്ല. അപ്പോൾ അതിന് ശിലാഭാഗിയത് നമ്മുടെ മുആവിയത്ത് അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു അവരാണ്. പിന്നെ അബ്ദുൽ മലിക് മർവാൻ എന്ന അദ്ദേഹം ഓപ്ഷനിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അദ്ദേഹം അതിൽ ഖലീഫത്തുൽ ഖാമിസ് മിൻ ഖുലഫാഇ ബനി ഉമയ്യ, ഉമവിയാക്കളിലെ 5ാമത്തെ ഖലീഫയാണ് അബ്ദുൽ മലിക് മർവാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അൽ മാലു യഗ്സിലു മാ ബിസ്തൗബി മിൻ ദറനി വലൈസ യഗ്സിലു ഖൽബൽ മുദ്നിബിൽ മാഇ. ഇതിൻ്റെ ബഹ്ർ ഏതാണെന്ന് ചോദ്യം. കാമില്, വാഫിർ, തൊവീൽ, ബസീത്ത്. ഈ 4 ബഹ്റുകളിൽ ഏത് ബഹ്റാണ് ഈ ഒരു വസിൻ്റെ ഈ ഒരു ബൈത്തിൻ്റെ ബഹ്റായി വന്നിട്ടുള്ളത്? അപ്പോൾ ഇത് ബസീത്താണ്, ഇതിൻ്റെ ബഹ്ർ ബസീത്താണ്.
അപ്പോൾ ബസീത്താവാൻ. അപ്പോൾ ബഹറുൽ വസീത്ത് അതിൻ്റെ വസന എങ്ങനെ വരില്ലേ? മുസ്തഫ്ഇലുൻ ഫായിലുൻ മുസ്തഫ്ഇലുൻ ഫായിലുൻ മുസ്തഫ്ഇലുൻ ഫായിലുൻ മുസ്തഫ്ഇലുൻ ഫായിലുൻ. ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് പാടി വയ്ക്കിയാൽ മതി. ഈ ഒരു രീതിയിലിട്ട് പാടി വയ്ക്കിയാൽ സാധനം കിട്ടുന്നതാണ്. പിന്നെ അതിൽ ഓപ്ഷനുള്ള മറ്റു സാധനങ്ങളാണ് കാമിൽ. അതിൻ്റെ ബഹറാണ് മുത്തഫായിലുൻ മുത്തഫായിലുൻ മുത്തഫായിലുൻ. ഇതിന് ഒരു 6 ആവർത്തി ഇങ്ങനെ വരിക. മുത്തഫായിലുൻ 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 എന്ന സാധനം. പിന്നെ വാഫിറിനെയാണ് മുഫാഅലത്തുൻ മുഫാഅലത്തുൻ ഫഊലുൻ മുഫാഅലത്തുൻ മുഫാഅലത്തുൻ ഫഊലുൻ. പിന്നെ തൊവീലിൻ്റെ വസന ബഹർ വരൽ ഫഊലുൻ മഫായിലുൻ ഫഊലുൻ മഫായിലുൻ ഫഊലുൻ മഫായിലുൻ ഫഊലുൻ മഫായിലുൻ എന്നൊരു ആ ഒരു രൂപത്തിലാണ് തൊവീലിൻ്റെ. അപ്പോൾ ഈ ബൈത്ത് വന്നിട്ടുള്ളത് നമ്മുടെ ബഹറുൽ ബസീദിനാണ്. അൽമാലു യഗ്സിലു മാ ബിത്തൗബി മിൻ ദറനി വലൈസ യഗ്സിലു കൽബൽ മുദ്നി ബിൽ മാഇ എന്ന ഈ ഒരു ബൈത്ത് വന്നിട്ടുള്ളത് ബസീത്ത് എന്ന വസനിലാണ്. ഓക്കെ. പിന്നെ മറ്റൊരു ചോദ്യമാണ് വലൗ അൽഫ ആമിൻ മുങ്ങി കാക്കച്ചി ഫീ ലബൻ കമാമിസ്ല വെള്ളക്കൊക്കാകൂല ഫീ സമൻ ലിമൻ ഹാദൽ ബൈത്ത്. ഈ ബൈത്ത് ആരുടെ? വളരെ ഒരു അറബിക് അതുപോലെ മലയാളം രണ്ടും പാടെ കൂടിക്കലർത്തി ഒരു മുസ്തവിജായിട്ടുള്ള കൂടിക്കലർത്തിയിട്ടുള്ള ഒരു ഫലിത രൂപത്തിലുള്ള ഒരു ബൈത്താണിത്. ഇത് ആരുടെ ബൈത്താണെന്നാണ് ചോദ്യം. അതായത് വലൗ അൽഫ ആമിൻ മുങ്ങി കാക്കച്ചി ഫീ ലബൻ, ഒരു കാക്ക 1000 വർഷം പാലിൽ മുങ്ങിയാലും കമാമിസിലെ വെള്ളക്കൊക്കാവൂല ഫീസമൻ, അത് വെള്ളക്കൊക്കിനെ പോലെ ഒരു കാലത്തും ആവുകയില്ല. 1000 വർഷം മുങ്ങിയാലും ഒരിക്കലും ഒരു കാക്ക പാലിൽ മുങ്ങിയാൽ വെള്ളക്കൊക്കാവൂല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ബൈത്ത് ആരുടെ ബൈത്താണെന്ന് ചോദ്യം. അപ്പോൾ ഇതിന് ഉത്തരമായി വന്നിട്ടുള്ളത് ഖാദി ഉമർ അൽ മലൈബാരി. നമ്മുടെ ഖാദി ഉമർ ഖാദിയാണ്, വെളിയങ്കോട് ഉമർ ഖാദി നമ്മൾ അങ്ങനെ പറയാറുള്ള അൽ ഖാദി ഉമർ അൽ ബിലങ്കൂത്തി എന്നും പറയാറുണ്ട്, അൽ മലൈബാരി. ഓക്കെ. അപ്പോൾ അദ്ദേഹമാണ് രചിച്ചുള്ളത്. അപ്പോൾ ഹുവൽ ഇമാം അൽ ഫഖീഹ് വശാഇറുൽ ബലീഗ് അൽ ഖാദി ഉമർ ഇബ്നു അലി അൽ ബിലങ്കൂത്തി. അലി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ പേര്. അതായത് അലി മുസ്ലിയാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പ പ്രസിദ്ധിയായിട്ടുള്ളത്. അപ്പോൾ ഉമർ ഇബ്നു അലി അൽ ബിലങ്കൂത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു ഫഖീഹാണ്, ഷായിറാണ്, എല്ലാമാണ്. ഒരു നല്ലൊരു സാഹിത്യകാരനാണ്. പിന്നെ അസ്ബഹ ഖാദി വെളിയങ്കോട്ട്, അദ്ദേഹം വെളിയങ്കോട്ടിലെ ഖാദിയായിട്ടുണ്ട്. പിന്നെ ലഹു ഉദ്ദത്തു അബിയാത്തും കസിയാത്തും മുസ്തവിത്തും പൈനൽ അറബിയത്ത് വലിയ മലൈബാരിയ. അത് അറബി മലയാളം അദ്ദേഹത്തിന് ഒരുപാട് കവിതാശകലങ്ങളുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട കുറച്ച് കവിതകളാണ് ഈ നുറുങ്ങ കവിതകളാണ് അറബിയും മലയാളം പാടെ സംയോജിപ്പിച്ച് രണ്ടും പാടെ കൂട്ടിക്കലർത്തിയിട്ടുള്ള ബൈത്തുകൾ. അപ്പോൾ മിസ്ര വലൗ അൽ ഫാമി മുങ്ങി കാക്കച്ചി ഫീ ലബൻ കമാ മിസ്ര വെള്ളക്കൊക്കാവൂല ഫീസമൻ. കാക്കച്ചി 1000 വർഷം പാലിൽ മുങ്ങിക്കിടന്നാലും വെള്ളക്കൊക്കിനെ പോലെയാവുകയില്ല എന്നൊരു ബൈത്ത്. അതുപോലെ തന്നെ മറ്റൊരു ബൈത്താണ് വലൗ അൽ ഫാമിനിട്ടു നായിൻ്റെ വാലിൽ നബി ഓടക്കുവയിൽ ആയസ്തഖീമു ബിഹാലിഹ. അതായത് നായിൻ്റെ നമ്മൾ പറയാറില്ല, നായിൻ്റെ പാല് 1000 വർഷം ഓടക്കോയിലിട്ടാലും എന്താവൂല, അത് നീരൂല എന്ന് പറയുന്ന ആ ഒരു സാധനം ആ ഒരു ബൈത്ത് രൂപത്തിൽ, ഒരു ഫലിത രൂപത്തിൽ ബൈത്തായി അവതരിപ്പിച്ചു. അങ്ങനത്തെ ഒരുപാട് ബൈത്തുകൾ ഇദ്ദേഹത്തിനുണ്ട്. അതിൽ ഒരു ബൈത്താണ് നമുക്കിവിടെ ക്വസ്റ്റ്യനായിട്ട് തന്നിട്ടുള്ള വലൗ അൽ ഫാമിൻ മുൻകാക്കിച്ച് ഫീലബൻ കമാമിസ്ര വെള്ളക്കൊക്കാവൂല ഫീസമൻ എന്നുള്ള ഈ ഒരു ബൈത്ത്. പിന്നെ ഹാറബൽ ഹുക്കൂമത്തിൽ അജ്നബിയത്തൽ മുഹ്തലത്തൽ അൽ ഹിന്ദ് വഹറദൽ നാസലാമൻ എന്നുറായിബ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് അദ്ദേഹം നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ അദ്ദേഹം നാട്ടുകാരൊക്കെ പ്രേരിപ്പിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജനങ്ങളോടൊക്കെ നികുതി കൊടുക്കരുത്, നികുതി വിലങ്ങിയ ആ ഒരു സംഭവം വളരെ പ്രസിദ്ധമാണല്ലോ അല്ലേ. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു ഗ്രന്ഥങ്ങളാണ് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ നഫായിസ് ദുറർ എന്നുള്ള ഗ്രന്ഥം, അതുപോലെ മക്കാസിദ് നിക്കാഹ് എന്ന ഗ്രന്ഥം, അൽ ഖസിയത്തുൽ ഉമരിയ എന്ന ഈ ഒരു ഗ്രന്ഥം, ഈ ഒരു ഖസീദയും ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മുഅല്ലഫാത്തുകൾ പെട്ടതാണ്. ഇതൊക്കെ ഓർത്തു വെക്കുക: നഫായിസ് ദുറർ, മക്കാസിദ് നിക്കാഹ്, അൽ ഖസിയത്തുൽ ഉമരിയ. പിന്നെ അടുത്ത ക്വസ്റ്റ്യനാണ് മൻ ഹുവ സ്വാഹിബു കിതാബി മുറൂജ് ദഹബ് വ മആദിനുൽ ജൗഹർ. മുറൂജ് ദഹബ് വ മആദിനുൽ ജൗഹർ എന്ന ഈ കിതാബിൻ്റെ രചയിതാവ് ആരാണ്? മസ്ഊദി, തൊബരി, ഇബ്നു ബത്തൂത്ത, ഇബ്നുൽ ബൈത്വാർ. ഈ 4 പേരിൽ ആരാണ് അതിൻ്റെ രചയിതാവ്? അപ്പോൾ മസ്ഊദിയാണ് നമുക്കിവിടെ റൈറ്റ് ആൻസർ. കാരണം ഈ മുറൂജ് ദഹബ് മആദിനുൽ ജൗഹർ എന്നുള്ള കിതാബ് ഫി താരിഖ് വൽ ജോഗ്രാഫിയ അൽ മസ്ഊദി, അതായത് അബുൽ ഹസൻ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി അൽ മസ്ഊദി അൽ ഹുദലി എന്നറിയപ്പെടുന്ന അദ്ദേഹം അബുൽ ഹസൻ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി അൽ മസ്ഊദി എന്നാണ് അദ്ദേഹം അറിയപ്പെടാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ അദ്ദേഹമാണ് ഈ ഒരു മുറൂജ് ദഹബ് മആദിനുൽ ജൗഹർ എന്ന കിതാബ് എഴുതിയിട്ടുള്ളത്. കാന യൂറഫ ബി ഹെറോദോത്തുൽ അറബ്, അതായത് ഹെറോഡോട്ടസ് ആണല്ലോ, ചരിത്രത്തിൻ്റെ പിതാവാണല്ലോ അല്ലെ ഹെറോഡോട്ടസ്. അപ്പോൾ അതിലേക്ക് നിസ്ബ ചെയ്തിട്ട് അങ്ങനെ അറബ് ഹെറോഡോട്ടസ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ മസ്ഊദി എന്നറിയപ്പെടുന്ന ഈ വ്യക്തി.
അപ്പോൾ ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കിതാബ് താരീഖിലുള്ള കിതാബാണ്. ഹാദൽ കിതാബ് മൂജിസ് മിൻ കിതാബിൻ ആഖിർ ലഹു ഇസ്മുഹു അഖ്ബാറു സമാൻ വ ആബാദുൽ ഹദസ എന്ന കിതാബ്. അത് താരീഖിലുള്ള ഒരു കിതാബാണ്. താരീഖ്, ജോഗ്രഫി എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുള്ളൊരു കിതാബാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കിതാബ്, അദ്ദേഹം തന്നെ രചിച്ച മറ്റൊരു കിതാബുണ്ട്, അത് അഖ്ബാറു സമാൻ വ ആബാദുൽ ഹദസാൻ എന്ന ആ ഒരു കിതാബിൻ്റെ അദ്ദേഹം അതിനെ ചുരുക്കി ഒരു മൂജസാക്കിയതാണ് ഈ നമ്മുടെ ഈ മുറൂജ് മഅദുൽ ജൗഹർ എന്ന ഈ ഒരു കിതാബ്. ഓക്കെ. അപ്പോൾ ഇനി യബ്ദഉ ബിൽ ഖലീഖത്തി വ യൻതഹി ബി അഹദിൽ ഖലീഫത്തുൽ അബ്ബാസി അൽ മുത്തിഇലില്ല 334. അതായത് അദ്ദേഹം ഈ കിതാബിൽ പ്രതിപാദിക്കുന്ന വിഷയം, മുറൂജുൽ ദഹബ് മഅദുൽ ജൗഹർ എന്ന ഈ കിതാബിൽ പ്രതിപാദിക്കുന്ന വിഷയം, അദ്ദേഹം ഖലീഖത്ത്, അതായത് ജീവൻ്റെ തുടിപ്പ്, ആ ഒരു ജീവൻ്റെ തുടക്കം ഉണ്ടല്ലോ, അവിടെ മുതൽ ആരംഭിച്ചിട്ട് അങ്ങനെ അദ്ദേഹം മുത്തിഇലില്ല എന്ന അബ്ബാസി ഖലീഫയുടെ കാലഘട്ടം വരെ, അതായത് 334 വരെയുള്ള സംഭവ വികാസങ്ങളാണ് അദ്ദേഹം ഈ കിതാബിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ജഅലൂഫി ജുസൈൻ, അദ്ദേഹം അതിനെ 2 ജുസൈനാണ് ആക്കിയിട്ടുള്ളത്. ഓക്കെ. അതാണ് അദ്ദേഹത്തിനെ പറ്റി, ഈ ഒരു കിതാബിനെ പറ്റി പറയാനുള്ളത്. പിന്നെ അടുത്ത ചോദ്യം, അൽ കിനായത്തു തബഹസു അൻഹാ ഫീ ഫന്നിൻ. അതിനെപ്പറ്റി, കിനായത്തിനെ പറ്റി ഏത് ഫന്നിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? അൽ കിനായത്തു ബഹസു അൻഹാ ഫീ ഫന്നിൻ, ഏത് ഫന്നിലാണ് അതിനെപ്പറ്റി ചർച്ച ചെയ്യപ്പെടുന്നതെന്ന്? ഇൽമുൽ അറൂദ്, ഇൽമുൽ നഹ്വ്, ഇൽമുൽ ബലാഗ, ഇൽമുൽ സർഫ്. അപ്പോൾ കിനായത്ത് എന്നുള്ളത് ഏത് ഫന്നിലാണ് വരിക എന്നുള്ളത്. അപ്പോൾ ഇൽമുൽ ബലാഗിൻ്റെ 3 എണ്ണമാണല്ലോ, ഇൽമുൽ ബലാഗ, ഇൽമുൽ മആനി, ഇൽമുൽ ബയാനി, ഇൽമുൽ ബദീ എന്നീ 3 കാറ്റഗറി ആയിട്ട് ഇൽമുൽ ബലാഗിനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ കിനായ എന്നുള്ളത് ഇൽമുൽ ബയാനിൽ വരുന്നൊരു സാധനമാണ്. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ചോദിച്ചുകൊണ്ട് ഇൽമുൽ ബലാഗ എന്നാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ കിനായത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അൽ കിനായത്തു ലഫ്ദുൻ ഉത്ലിഖ വ ഉരീദ ബിഹി ലാസിമു മഅനഹു മഅ ജവാസ് ഇറാദി ദാലിക്കൽ മഅന. അതായത് ഒരു ലഫ്ദിനെ പറയപ്പെട്ടു, എന്നാൽ ആ ലഫ്ദോട് ഉദ്ദേശിക്കുന്നത് എന്താ? അതിൻ്റെ ലാസിമായ ഒരു മഅനയാണ്. ആ മഅന കൊണ്ട്, ആ ഒരു ലഫ്ദ് കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു മഅന. എന്നിട്ടോ മഅ ജവാസ് ഇറാദി ദാലിക്കൽ മഅന, യഥാർത്ഥത്തിൽ ആ ലഫ്ദിൻ്റെ മഅന എന്താണോ അതിവിടെ ഉദ്ദേശിക്കാം, അത് ജായിസാണ്. എന്നാൽ ഇവിടെ ശരിക്കും ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അതിനെ തുടർന്നുണ്ടാവുന്ന ഇതിന് ഇങ്ങനെയും ഒരു അർത്ഥമുണ്ട്, അങ്ങനെ ഒരു സാധ്യതയുള്ള മറ്റൊരു അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ അതിനാണ് കിനായത്ത് എന്ന് പറയുന്നത്. മിസാലുഹു തവീറുൻ നജാദി റഫീഉൽ ഇമാദി കസീറുർ റമാദി ഇദാ മശത, ഈ ഒരു ബൈത്ത്. അപ്പോൾ ഇത് തവീറുൻ നജാദി റഫീഉൽ ഇമാദി കസീറുർ റമാദി ഇദാ മശത. അപ്പോൾ ഇതൊക്കെ തവീറുൻ നജാദ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നജാദ് വാളറ, അത് വളരെ നീണ്ടതാണ്. റഫീഉൽ ഇമാദ് നല്ല നീണ്ട ആള്. കസീറുർ റമാദ് നല്ല ചാരം, റമാദ് എന്ന് പറയുമ്പോൾ ചാരം വർദ്ധിച്ച ആൾ എന്നൊക്കെയാണ് ഇതിൻ്റെ യഥാർത്ഥമാണ്. അപ്പോൾ എന്നാൽ ഇവിടെ ഇത് ഹൻസായിൻ്റെ ബൈത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞ തമാദർ ബിൻത് അംർ അസ്സുൽമിയ അവരുടെ ബൈത്താണിത്. ഹൻസാ ഫി ഹാദൽ ബൈത്ത് തസിഫു അഹാഹ സൊഹർ. സൊഹറിനെ ഈ ഒരു ബൈത്തിലൂടെ അവർ എന്ത് പറയുകയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ അവർ പ്രസിദ്ധമായത് അവരുടെ സൊഹർ മുആദിയ ഇവരുടെ റസായിലാണ് പ്രസിദ്ധമായെന്ന് പറയുന്നു. അപ്പോൾ ഈ സൊഹറിനെ പറ്റി ഇവർ ഒരുപാട് കവിതകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കവിതയാണ് ആ കവിതയിലെ ഒരു ബൈത്താണിത്. അപ്പോൾ അതിൽ അവർ പറയുന്നത് എന്താ? അന്ന അഹാഹ ശുജാഉൻ അദീമുൻ ഫീ ഖൗമിഹി കരീമുൻ. അതായത് ഇതിൻ്റെ ശരിക്കും തൊവീറുൻ നജാദ് റഫീഉൽ ഇമാദ് കസീറുർ റമാദ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഷുജാ ആണ്, അദീമാണ്, പിന്നെ അതുപോലെ കരീമാണ്, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ. കസീർ റമാദ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം വളരെ ധർമ്മിഷ്ഠനാണ്, അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശം വരുന്നത്. കരീമാണ് എന്നുള്ള അർത്ഥം. അതുപോലെ നല്ല ശുജാണ്, നല്ല പോരാളിയാണ് എന്നൊക്കെയാണ് തൊവീറുൻ നജാദ് റഫീഉൽ ഇമാദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് ഇതിന് യഥാർത്ഥത്തിൽ തൊവീറുൻ നജാദും റഫീഉൽ ഇമാദ് കസീർ റമാദിനൊക്കെ ഒരു മാനയുണ്ടെങ്കിലും ഇവിടെ കോണ്ടെക്സ്റ്റിൽ മറ്റൊരു മാനയും ഉദ്ദേശിക്കാൻ പറ്റും. അങ്ങനെ ആ ഒരു ലാസിയമായിട്ടുള്ള മാനയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സംഗതിക്കാണ് എന്ത് കിനായത്ത് എന്ന് പറയാറുള്ളത്. ഓക്കെ. പിന്നെ മറ്റൊരു ചോദ്യം, ഇഖ്തരി ഷാദ മിനൽ മജ്മുഅത്തി, ഇതിൽപ്പെട്ട ഷാദ് ഒറ്റയാളെ കണ്ടെത്തുക, അതാണ് ചോദ്യം. ജരീർ, അബൂ നവാസ്, തൊർഫ, അഖ്തലി, ഇതിലാരാണ് ഒറ്റപ്പെട്ടു കിടക്കുന്നത്? അപ്പോൾ ജരീർ നമുക്കറിയാം ഉമവിയ കാലഘട്ടത്തിലെ കവിയാണ്, ഷായറുൽ ഉമവിയാണ്. അതുപോലെ തന്നെ അബൂ നവാസ് ഷായറുൽ അബ്ബാസിയാണ്. തൊർഫ നമ്മുടെ അസ്ഹാബുൽ മുഅല്ലഖയിൽപ്പെട്ട ആളാണ്. അഖ്തലും ജരീറും നമുക്കറിയാവുന്ന പോലെ ഉമവിയാണ്, ഷായറുൽ ഉമവിയാണ് അല്ലേ. അപ്പോൾ ഇതിൽ ആൻസർ തൊർഫയാണ് ആൻസറായി വരുന്നത്. അപ്പോൾ എന്താണ് ആൻസർ? കാരണം അദ്ദേഹം മാത്രമാണ് ഇവിടെ അസ്ഹാബുൽ മുഅല്ലഖയിൽപ്പെട്ട ആളല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ ഇത് ആൻസറായി വരുന്നത്. അപ്പോൾ തൊർഫ മാത്രമാണ് ഇവിടെ അസ്ഹാബുൽ മുഅല്ലഖയിൽപ്പെട്ട ആൾ. ബാക്കിയുള്ളവരൊക്കെ അബ്ബാസി ഉമവി കവികളാണ്. ഓക്കെ. തൊർഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഹുവ അംർ ഇബ്നുൽ അബ്ദ് അൽ മുലഖബി തൊർഫ. അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര് അംർ ഇബ്നുൽ അബ്ദ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ലഖബാണ് തൊർഫ എന്നുള്ള പേര്. അദ്ദേഹം വാഹിദ് മിൻ അസ്ഹാബുൽ മുഅല്ലഖാത്ത്,
മുഅല്ലഖാത്തിൽപ്പെട്ട ഒരാളാണ്. സബുൽ മുഅല്ലഖാത്ത്, അതിൽ അസ്ഹാബുൽ മുഅല്ലഖാത്ത് സബൂലും അദ്ദേഹം എണ്ണപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കബീലയാണ് ബനി ബക്കർ, ബക്കറിൽപ്പെട്ട, അതായത് ത്വറഫത്ത് ഇബ്നു അബ്ദ് അൽ ബക്കരി എന്നാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാറുള്ളത്. ബക്കർ എന്ന കുടുംബത്തിൽപ്പെട്ടാണ്, കബീല അതാണ്. പിന്നെ മുഅല്ലഖത്തുഹു ദാലിയത്തുൻ, അതായത് എല്ലാം ഓരോ മുഅല്ലഖകൾക്കും ഓരോ കാഫിയകൾ ഉണ്ടാവില്ലേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഅല്ലഖ ദാലിയാണ്. നമ്മൾ ഇമ്രുൽ ഖൈസിൻ്റെ ലാമിയാണെന്ന് പറഞ്ഞിരുന്നു, സുഹൈറിൻ്റെ മീമിയാണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെ അംറുബ്നു കുൽസൂമിൻ്റെ നൂനിയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ മുഅല്ലഖ ദാലിയാണ്. മിനൽ ബഹരി തൊവീലാണ്, ഇദ്ദേഹത്തിൻ്റെ ഇതും തൊവീലാണ്, തൊവീൽ, ത്വറഫ, തൊവീൽ, അങ്ങനെ സുഹൃത്ത് വെച്ചാണ്. പിന്നെ ദാലിയ, ത്വറഫത്ത് അബ്ദ്, അബ്ദ് എന്നല്ലേ, അപ്പോൾ അബ്ദ് ദാലിയ, അബ്ദ് അത് ദാറുണ്ടല്ലോ അവസാനിക്കുന്നത്, അപ്പോൾ ദാലി, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ത്വറഫ തുടങ്ങുന്നത്, അപ്പോൾ അത് തൊവീൽ, രണ്ടും ത്വാവുണ്ടല്ലോ തുടങ്ങുന്നത്, അപ്പോൾ അങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബൈത്ത് 104 ബൈത്താണ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയിലുള്ളത്. പിന്നെ ഖുത്തില വഹുവ സാദിസ് വൽ ഇശ്റൂന ഉംറ, അദ്ദേഹം 26 വയസ്സേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അദ്ദേഹം കൊല്ലപ്പെടുകയുണ്ടായത്. അദ്ദേഹത്തിന് മുഅല്ലഖിന് തുടക്കം കണ്ടത് ലി ഖൗലാത തുലാലും ബി ബുർഖാത സഹ്മദി തലൂഹു കബാഖിൽ വസ്മി ഫീ ളാഹിരിൽ യദി, ഇവിടെ ഉണ്ടോ ദാലുകൊണ്ടാണ് അവസാനിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുഅല്ലഖ ദാലിയയാണ്, അതിൻ്റെ കാഫിയ ദാലിയയാണ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അംറുബ്നു അബ്ദ് അൽ മുലഖബ് ത്വറഫത്ത് ഇബ്നു അബ്ദ്, ത്വറഫത്ത് ഇബ്നു അബ്ദ് എന്ന അദ്ദേഹത്തിൻ്റെ പേരില്ലേ, അദ്ദേഹം അറിയപ്പെടുന്നത് ത്വറഫത്ത് ഇബ്നു അബ്ദ് എന്നാണ്. അപ്പോൾ 26-ാം വയസ്സിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ മുഅല്ലഖിന് തുടക്കം ലി ഖൗലാത തുലാലും ബി ബുർഖാത സഹ്മദി, ഖൗല എന്നുള്ള അദ്ദേഹത്തിൻ്റെ കാമുകിൻ്റെ പേരാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നമുക്ക് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് അത്തശ്ബീഹു ഡേഷ് മാ ഹുദിഫ മിൻഹു വജ്ഹു ശബഹ്, അതായത് ഇവിടെ ഈ തന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എന്തോ ഒരു സാധനം അവിടെ പൂരിപ്പിക്കാനുണ്ട്. തശ്ബീഹുൽ മുജ്മലാണോ, തശ്ബീഹുൽ മുഅക്കദാണോ, തശ്ബീഹുൽ ബലീഗാണോ, തശ്ബീഹുൽ മുർസലാണോ, ഇതിലേതാണ് മാ ഹുദിഫ മിൻഹു വജ്ഹു ശബഹ്. വജ്ഹു ശബഹ് കളയപ്പെട്ടതിന് അത്തശ്ബീഹു ഡേഷ്, എന്ത് തശ്ബീഹ് എന്നാണ് പറയാറുള്ളത്, അതാണ് ചോദ്യം. അപ്പോൾ അതിന് ഉത്തരം വരുന്നത് അത്തശ്ബീഹുൽ മുജ്മൽ. നമുക്ക് നമ്മളവിടെ തശ്ബീഹിൽ നമുക്ക് വജ്ഹു ശിബ്ഹ്, അതുപോലെ തന്നെ അദാദു തശ്ബീഹ്, അതുപോലെ തന്നെ മുശബ്ബഹ് ബിഹി, ഇങ്ങനെ 4 റുക്കുനുകളുള്ളത് അല്ലേ. അപ്പോൾ ഈ 4 റുക്കുനുകളിലെ ഒരു റുക്കുനാണ് വജ്ഹു ശിബ്ഹ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് വ്യക്തമായ ഇതിലേക്ക് പോകുമ്പോൾ തശ്ബീഹ് എന്ന് പറയുമ്പോൾ ബയാനു അന്ന ശൈഅൻ ഔ അശ്യാ ശാറകത് ഗൈറഹാ ഫീ സിഫത്തിൻ ഔ അക്സറ ബി അദാത്തിൻ ഹിയൽ കാഫ്. തശ്ബീഹ് എന്ന് പറയുമ്പോൾ ഒരു അദാത്ത് വെച്ചിട്ട് ഒരു കാര്യം, തശ്ബീഹ് ഉപയോഗിക്കുന്ന അദാത്ത് കൊണ്ട് ഒരു കാര്യം മറ്റൊരു കാര്യത്തിനോട് സാദൃശ്യമായിട്ടുണ്ട്, അതിനോട് തുല്യമായിട്ടുണ്ട്, അതുപോലെയാണ് എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പ്രയോഗത്തിൻ്റെ പേരാണ് തശ്ബീഹ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സാധാരണ ഉപയോഗിക്കാറുള്ള അദാത്ത് എന്നുള്ളത് കാഫാണ്. ക ത്വാലിബിനെ പോലെ, ഷംസിനെ സൂര്യനെ പോലെ എന്നൊക്കെ പറയല്ലേ. അപ്പോൾ അങ്ങനെ ക. പിന്നെ അർക്കാണ് തശ്ബീഹ് 4 4 റുക്കുനാണ് തശ്ബീഹ് ഉള്ളത്. മുശബ്ബഹ് ബിഹി, അദാദു തശ്ബീഹ്, വജ്ഹു ശബഹ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 4 റുക്കുനുകളുള്ളത്. അതായത് അതിന് ഉദാഹരണം പറയുമ്പോൾ കൽബുഹു കൽ ഹിജാറത്തി കസ്വതൻ വ സ്വലാബത്തൻ, ഇതിന് ഈ തശ്ബീഹിനുള്ള ഉദാഹരണമാണ് അവൻ്റെ ഹൃദയം കൽ ഹിജാറത്തി, കല്ല് പോലെയാണ്, ഇവിടെ കാഫ് ഉപയോഗിച്ചു അല്ലേ. കൽ ഹിജാറത്തി കസ്വതൻ വ സ്വലാബത്തൻ, അതായത് അതിൻ്റെ സ്വലാബത്ത് അത് അത്രയും സ്ട്രോങ് ആണ്, അത്രയും റിജിഡാണ്, അത്രയും അത്രയും മോശമായ കൽബാണ് എന്നർത്ഥം. അത്രയും കല്ല് പോലെ ഉറച്ച കൽബാണെന്ന് പറയല്ലേ, അത്രക്കും ഉറച്ച കൽബാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ നമുക്കിവിടെ കൽബുഹു എന്നുള്ളതിൽ ഇതാണ് ഇവിടെ മുശബ്ബഹ്, കൽബിനെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പിന്നെ കൽ ഹിജാറത്തി, കല്ല് പോലെയാണ്, അപ്പോൾ കല്ലിനോടാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കൽബിനെ കല്ലിനോട് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ കൽ ഹിജാറത്തി ഇവിടെ അദാത്തിനൂടെ കാന്ന് ഉപയോഗിച്ചു. പിന്നെ അൽ ഹിജാറത്ത് എന്നുള്ള ഇവിടെ മുശബ്ബഹ് ബിഹി, കസ്വത്തൻ വസരാബത്ത് എന്നുള്ളത് ഇവിടെ വജ്ഹു തശ്ബീഹ്. അപ്പോൾ ഇവിടെ എല്ലാം വന്നു, മുശബ്ബഹ് അദാത്തു തശ്ബീഹ്, വജ്ഹു തശ്ബീഹ് എല്ലാം വന്നു. പിന്നെ ഇനി നമുക്ക് അടുത്തൊരു തഖ്സീമാണ് ഈ തശ്ബീഹിന് തന്നെ മറ്റു ചില കാറ്റഗറികൾ. തശ്ബീഹുൽ മുർസൽ, നമ്മുടെ ചോദ്യം ഒരു സാധനം ഉണ്ടായിരുന്നില്ല, മാഹുദിഫ മിന്നു വജ്ഹു ശിബ്ഹ് എന്നുള്ളത്. അപ്പോൾ അതുപോലെ അങ്ങനെ വജ്ഹു ശിബ്ഹ് അദാത്തു തശ്ബീഹ് അത് വെച്ചിട്ട് ഇതിനെ വീണ്ടും ഖിസ്മുകളാക്കുന്നുണ്ട്. തശ്ബീഹുൽ മുർസൽ എന്ന് പറയുന്നത് എന്താ, ഹുവ തശ്ബീഹുൽ ലദീ ദുക്കിറത് ഫീ അദാത്തുഹു, അദാത്തിനെ പറയപ്പെട്ട തശ്ബീഹ്, അതാണ് ഇവിടെ തശ്ബീഹുൽ മുർസൽ എന്ന് പറയും. നഹ്വു അൻത കശംസി ഫിൽ ദിയാഇ, അത് അദാത്തു തശ്ബീഹിനെ പറയണം. ഇവിടെ അൻത കശംസി എന്നില്ലേ, കശംസി എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു അദാത്തിനോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതെന്താണ് തശ്ബീഹ് മുർസലാണ്. ഇനി തശ്ബീഹുൽ മുഅക്കദ് ഹുവ തശ്ബീഹുൽ ലദീ ഹുദിഫത് മിൻഹു അദാത്തു,
അദാത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞത് അദാത്തിനെ പറയപ്പെട്ടതായിരുന്നു, ദുഃഖിറത്ത് ഫീഹി ആയിരുന്നു. ഇനി ഇവിടെ ഹുദിഫത്ത് മിൻഹു, അതിനെ കളയപ്പെടുമ്പോൾ ആ തഷ്ബീഹ് അതിനെന്ത് പറയും? തഷ്ബീഹ് മുഅക്കദ് എന്ന് പറയും. ഹുവ ബഹ്റുൻ ഫിൽ ജൂദി, അതാണ് ഉദാഹരണം. ഹുവ ബഹ്റുൻ ഫിൽ ജൂദി, ധർമ്മത്തിൻ്റെ വിഷയത്തിൽ അവൻ ബഹ്റാണ്. ബഹ്റാന്ന് പറയുമ്പോൾ അവൻ ബഹ്റിനെ പോലെയാണെന്നുണ്ടാവും. ഹുവക്ക ബഹരി എന്നുണ്ടാവും ഇവിടെ. ഓക്കെ, അപ്പോൾ അവിടെ ആ കാഫിന് ഇവിടെ കളയപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അതായത് തഷ്ബീഹ് ഇല്ലാത്ത കാരണത്താൽ തഷ്ബീഹ് മുഅക്കദ് എന്ന് പേര് പറയപ്പെടും. പിന്നെ അടുത്തൊന്നാണ് അൽ മുഫസ്സൽ. ഹുവ മാ ദുക്കിറ ഫീ വജൂഷിബ്, വജൂഷിബിനെ പറയപ്പെടുക. വജൂഷിബിനെ പറയപ്പെടുക എന്ന് പറയുമ്പോൾ നഹു സൈദുൻ കൽ അസദി ഫി ശുജാഅത്തി, അതായത് ശുജാഅത്തിൻ്റെ വിഷയത്തിൽ, ധൈര്യത്തിൻ്റെയൊക്കെ വിഷയത്തിൽ സെയ്ദ് സിംഹത്തിനെ പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഫി ശുജാഅത്തി എന്നുള്ള വജൂഷിബ്, ഇതാണ് അവിടുത്തെ വജൂഷിബ്. ഷജാഅത്തിൻ്റെ വിഷയത്തിലാണ് സെയ്ദിനെ അസദിനോട് സാമ്യപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഷുജാഅത്ത് എന്നുള്ളത് ഇവിടെ ശരിക്കും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ദുക്കിറ ഫീ വജൂഷിബ്, വജൂഷിബിനെ ഇവിടെ പറയപ്പെട്ടു. പിന്നെ മുജ്മല് അടുത്ത കാറ്റഗറിയാണ്. മാ ഹുദിഫ മിൻഹു വജൂഷിബ്, ഇവിടെ മാ ദുക്കിറ ഫീ വജൂഷിബ് ആയിരുന്നു, ഇവിടെ ഹുദിഫ, ഈ വജൂഷിബിനെ കളയപ്പെടുന്ന അവസ്ഥ. അപ്പോൾ സെയ്ദുൻ കൽ അസദി, സെയ്ദ് സിംഹത്തിനെ പോലെയാണ്. പക്ഷെ ഏത് വിഷയത്തിനാണെന്നും പറഞ്ഞില്ല. ഷുജാഅത്തായിരിക്കും, ഇവിടെ ഷുജാഅത്ത് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഷുജാഅത്തിൻ്റെ വിഷയത്തിൽ സെയ്ദ് അസദിനെ പോലെയാണ്, അല്ലെങ്കിൽ സെയ്ദിന് താടിയിൽ സിംഹത്തിനെ പോലെ താടിയുണ്ട്, അതായിരിക്കും ഉദ്ദേശം. അപ്പോൾ അങ്ങനെയൊക്കെ ഉദ്ദേശമാണ്. പക്ഷെ അവിടെ വജൂഷിബ് എന്താണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളാണ് മുജ്മൽ എന്ന് പറയപ്പെടുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ നമുക്ക് ചോദിച്ചുള്ള സാധനം അത് തന്നെയാണ്. മാ ഹുദിഫ മിൻഹു വജൂഷിബ്, വജൂഷിബിനെ കളയപ്പെടുന്ന അവസരത്തിൽ ആ തഷ്ബീഹ് എന്താണ് പറയുക? തഷ്ബീഹുൽ മുജ്മൽ എന്നാണ് അതിനെ പറയപ്പെടാറുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ലൈസത്ത് മിനൽ മഹാറാത്തുൽ അസാസിയ ലിൽ ലുഗത്തി, അതായത് ലുഗത്തിൻ്റെ അടിസ്ഥാനമായ എബിലിറ്റീസ് ഉണ്ടല്ലോ, ബേസിക് എബിലിറ്റീസ്, അതിൽ പെട്ടതല്ല ഏത്? അൽ ഇസ്തിമാ, അൽ ഇൻസ്വാത്ത്, അൽ തഹദ്ദുസ്, അൽ കിതാബത്ത്. ഇസ്തിമാ പറയുമ്പോൾ ലിസണിങ്, പിന്നെ ഇൻസ്വാത്ത് പറയുമ്പോൾ അതും ലിസണിങ്ങിൻ്റെ മറ്റൊരു വിഷയം, ശ്രദ്ധിച്ച് കേൾക്കുക അല്ലേ. അൽ തഹദ്ദുസ് പറയുമ്പോൾ സ്പീക്ക് ചെയ്യുക, അൽ കിതാബത്ത് പറയുമ്പോൾ റൈറ്റിങ്. അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഏതാണ് അസാസിയായ ഒരു എബിലിറ്റി അല്ലാത്ത, ഒരു കഴിവല്ലാത്തത്? ലുഗത്ത് ഒരു ഭാഷ സംബന്ധിയായിട്ട് അതിൻ്റെ എബിലിറ്റിയായി എണ്ണപ്പെടുന്നതിൽ പെട്ടതല്ലാത്ത ഏതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇൻസ്വാത്താണ് അല്ലേ. കാരണം നമുക്ക് വ്യക്തമായി അറിയാം, നമുക്ക് LSRW എന്നുള്ള സാധനം കറക്റ്റ് അറിയാം അല്ലേ. LSRW ലിസണിങ്, സ്പീക്കിങ്, റൈറ്റിങ്, ലിസണിങ്, സ്പീക്കിങ്, റീഡിങ്, റൈറ്റിങ് അല്ലേ. അപ്പോൾ അതിലൊന്നും ഈ ഇൻസ്വാത്ത് എന്നുള്ള സാധനം പെട്ടിട്ടില്ല. ബാക്കിയുള്ള ഇസ്തിമാ, ലിസണിങ് ഇവിടെ ഉണ്ട്, തഹദ്ദുസ്, സ്പീക്കിങ് ഇവിടെ ഉണ്ട്, പിന്നെ കിതാബത്ത്, റൈറ്റിങ് ഇവിടെ ഉണ്ട്, പിന്നെ റീഡിങ്ങിൻ്റെ കുറവാണ്, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻസാത്ത് എന്നുള്ളത് ഇതിലേതിലും പെട്ടിട്ടില്ല. അപ്പോൾ ഇനി അതിൻ്റെ വിശദീകരണം നോക്കുമ്പോൾ അൽ മഹാറാത്തുൽ ലുഗവിയ്യത്തു അർബഅത്തുൻ, 4 എണ്ണമാണ് മഹാറാത്തുൽ ലുഗവിയ്യ. നമ്മുടെ LSRW എന്ന് നമ്മൾ പറയാവുന്നത് ലിസണിങ്, സ്പീക്കിങ്, റീഡിങ്, റൈറ്റിങ്, ഇസ്തിമാ, തഹദ്ദുസ്, ഖിറാഅത്ത്, കിതാബത്ത്, ഈ 4 എണ്ണമാണ്. അപ്പോൾ ഈ ഒരു 4 എണ്ണത്തിൽ നമ്മളെ ഇൻസ്വാത്ത് എന്നുള്ള സാധനം പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് അതിൻ്റെ മഹാറാത്തുൽ അസാസിയിൽ പെട്ടതല്ല എന്ന് ഉദ്ദേശം. അപ്പോൾ ഇതിന് ഈ ഒരു ഓർഡറും കറക്റ്റ് തന്നെ കേട്ടോ. ഇസ്തിമാ, തഹദ്ദുസ്, ഖിറാഅത്ത്, കിതാബത്ത്, ഈ ഒരു ഓർഡറിൽ തന്നെയാണ് ഇതിൻ്റെ ആദ്യമായിട്ടുണ്ടാവേണ്ട ഒരു മഹാറത്ത് ഇസ്തിമാനുള്ള, ലിസണിങ്ങിനുള്ള എബിലിറ്റിയാണ്. പിന്നെ സ്പീക്ക് ചെയ്യാൻ ശ്രമിക്കണം, പിന്നെ വായിക്കാൻ ശ്രമിക്കണം, പിന്നെ കിതാബത്തിന് ശ്രമിക്കണം. ഈ രൂപത്തിലാണ് ഇത് കറക്റ്റ് ഒരു സീക്വൻഷ്യൽ ഓർഡറിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം. മുഅല്ലിഫു കിതാബി റിജാലുൽ ഫിക്രി വദ്ദഅവത്തി ഫിൽ ഇസ്ലാം, ഈ കിതാബിൻ്റെ രചയിതാവാണ്? റിജാലുൽ ഫിക്രി വദ്ദഅവത്തി ഫിൽ ഇസ്ലാം എന്ന ഈ ഒരു കിതാബ് രചിച്ചത് ആരാണ് എന്ന ചോദ്യം. അപ്പോൾ ഖാദി മുഹമ്മദ്, അബ്ദുൽ ഹൈ അൽ ഹുസനി, അബു ഹസൻ അലി അൻ-നദ്വി, മുഹീദ്ദീൻ ആലുവായി, ഇതൊക്കെയാണ് ഓപ്ഷനുള്ളത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ അബുൽ ഹസൻ അലി അൻ-നദ്വി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു റിജാലുൽ ഫിക്രി വദ്ദഅവത്തുൽ ഇസ്ലാം എന്ന ഈ കിതാബ്, റിജാലുൽ ഫിക്രി വദ്ദഅവത്തു ഫിൽ ഇസ്ലാമി എന്ന ഈ ഒരു കിതാബ് രചിച്ചിട്ടുള്ളത്. ഈ ഹാദൽ കിതാബ് മിൻ അഹമ്മി വഅശ്ഹരി കുതുബി അദ്ദാഇയത്തുൽ മുഫക്കിർ അശ്ശൈഖ് അബുൽ ഹസൻ അലി അൻ-നദ്വി. അബുൽ ഹസൻ അലി അൻ-നദ്വിൻ്റെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് ഈ കിതാബ്. വഹുവ ഫിൽ അസ്ലി സിൽസിലത്തു മിനൽ മുഹാദറാത്ത് അല്ലതി അൽഖാഹ അശ്ശൈഖ് അലാ മുദർറജി കുല്ലിയത്തി ശരീഅ ബിജാമിയത്തി ദിമഷ്ക് ഫി ആമി 1956. 1956 അദ്ദേഹം ഡമാസ്കസ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം നടത്തിയ ലെക്ചർ സീരീസ്, അതിനെ ഒരു കിതാബ് രൂപത്തിലാക്കിയതാണ് ഈ നമ്മുടെ റിജാലുൽ ഫിക്രി വദ്ദഅവത്തി ഫിൽ ഇസ്ലാം എന്ന ഈ ഒരു കിതാബ്. ഓക്കെ, 1956 ജാമിഅത്ത് ദിമഷ്കിലെ
ജാമിഅ ദിമഷ്കിലെ കുല്ലിയത്ത് ശരിയയിൽ വെച്ച് അദ്ദേഹം നടത്തിയ മുഹാദറകളുടെ ഒരു സീരീസാണ് ഒരു കിതാബ് രൂപത്തിലായി ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ വലുത് അബുൽ ഹസൻ അലി നദ്വി റായിബറയിൽ അദ്ദേഹം ജനിക്കുന്നത്. റായിബറയിൽ യുപിയിലെ റായിബറയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1914 ജനിക്കുന്നത്. 1999 അദ്ദേഹം വഫാത്താവുന്നത്. ഓക്കെ, 1914 ജനിച്ച് 1999 വഫാത്തായി. ഇനി അദ്ദേഹത്തിൻ്റെ ഉപ്പയാണ് വാലിദു അബ്ദുൽ ഹയ്യ് അൽ ഹുസൈനി അൽ മുലഖബ് ഇബ്നു ഖല്ലിഖാൻ അൽ ഹിന്ദ്. അദ്ദേഹത്തിൻ്റെ ഉപ്പ വളരെ പ്രസിദ്ധനാണ്. ഇബ്നു ഖല്ലിഖാൻ അൽ ഹിന്ദ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ നുസ്ഹത്തുൽ ഖവാത്തിർ, അതുപോലെ തന്നെ അഅ്ലാം ബിമൻ ഫി താരിഖിൽ ഹിന്ദ് എന്നൊക്കെ പറയപ്പെടും. അദ്ദേഹത്തിന് ഒരുപാട് കിതാബുകളുണ്ട്. അപ്പോൾ ആ കിതാബിലൂടെയൊക്കെയാണ് അദ്ദേഹം, നുസ്ഹത്തുൽ ഖവാത്തിലൂടെയൊക്കെയാണ് അദ്ദേഹം ഈ ഒരു പേരൊക്കെ അദ്ദേഹത്തിന് കിട്ടാൻ കാരണം. ഒരുപാട് മുൻകഴിഞ്ഞ പണ്ഡിതന്മാരെയും അതുപോലെ കാത്തിബികളൊക്കെ ചരിത്രം ആ ഒരു പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപ്പയാണ് അബ്ദുൽ ഹയ്യ് അൽ ഹുസൈനി. പിന്നെ അദ്ദേഹത്തിന് മറ്റുള്ള മുഅല്ലഫാത്താണ് മാദാ ഖസറ അൽ ആലം ബിൻ ഹിദാദ് അൽ മുസ്ലിമീൻ അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് ഇദാ ഹബ്ബത്ത് റിഹുൽ ഈമാൻ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട കിതാബുകളാണ്. അപ്പോൾ നമ്മൾ റിജാലുൽ ഫിക്രി വദ്ദഅവത്തു ഫിൽ ഇസ്ലാം എന്ന ഈ ഒരു കിതാബ്, അതുപോലെ തന്നെ മാദാ ഖസറ അൽ ആലം ബിൻ ഹിദാദ് അൽ മുസ്ലിമീൻ അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് ഇദാ ഹബ്ബത്ത് റിഹുൽ ഈമാൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കിതാബുകൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കിതാബുകളാണ് ഈ പറഞ്ഞ 4. നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മുടെ ലിറ്ററേച്ചർ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമർ, അതുപോലെ നമ്മുടെ അറബി ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ വന്നിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് നമ്മുടെ പെഡഗോജിയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് എവരിവൺ.